നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളം. പെൻഷൻ കിട്ടാത്തത് കൊണ്ട് പിച്ചച്ചട്ടി ഏന്തേണ്ടി വന്ന ഇടുക്കിയിലെ മറിയക്കുട്ടിയും, ഒപ്പം തന്നെ നാട്ടുകാരെ അന്നമൂട്ടിയതിന്റെ പേരിൽ സർക്കാരിന്റെ കനിവിനായി കേഴേണ്ടി വരുന്ന കുടുംബശ്രീ വനിതകളും, റബ്ബറും നെല്ലുമൊക്കെ കൃഷി ചെയ്ത് കടക്കണിയിലായ കർഷകരും, ഒപ്പം തന്നെ KSRTC ജീവനക്കാരുമൊക്കെ ഇന്നത്തെ കേരളത്തിന്റെ ദയനീയ അവസ്ഥയുടെ ദൃഷ്ടാന്തങ്ങളാണ്. ജനം ഇത്തരത്തിൽ കൊടിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പൊങ്ങച്ചം കാണിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾക്കും പിൻവാതിൽ നിയമനങ്ങൾക്കും ഒന്നും ഇപ്പോഴും യാതൊരു കുറവുമില്ല. ഇത്തരത്തിൽ കൊടിയ ദുരിതങ്ങളിലൂടെ ജനം കടന്നു പോകുമ്പോഴും CPM-ന്റെയും കോൺഗ്രസിന്റെയും ഈ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി നമുക്ക് തോന്നിപ്പോകും ഹമാസിനെ വെള്ളപൂശുക, അല്ലെങ്കിൽ ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തിന് ആരാണ് കൂടുതൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അതിന്റെ ഒരു മത്സരത്തിലാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒക്കെ. കോൺഗ്രസ് ആകട്ടെ പ്രതിപക്ഷ കടമ മറന്നു പോകുന്ന ഒരു ദാരുണ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഹമാസിനെ വെള്ളപൂശുന്നവർ, അല്ലെങ്കിൽ ഹമാസിന് ജയ് വിളിക്കുന്നവർ, ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ ഒന്നോർക്കുക, ഈ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ പിച്ചച്ചട്ടി ഏന്തേണ്ടി വന്ന മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകാൻ പാലസ്തീനിൽ നിന്നും ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തിലെ ഒരൊറ്റ മനുഷ്യനും വരികയില്ല. കർഷകർക്ക് ആശ്വാസമേകാൻ ഹമാസ് എത്തുകയില്ല. KSRTC ജീവനക്കാർക്ക് പെൻഷൻ നൽകാനും ഹമാസ് എത്തുകയില്ല. ജനങ്ങൾ ഈ നാട് ഭരിക്കുന്നവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടത് ജനങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാനാണ്, അല്ലാതെ ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തിന് വെള്ളപൂശാനോ അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ അല്ല. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പിച്ചച്ചട്ടി ഏന്തേണ്ട ഗതികേടിലോ കേരളം? പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ ഈ ഹമാസ് പ്രേമം? ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുൻ MLA ശ്രീ PC ജോർജ്, BJP-യിൽ നിന്നും ശ്രീ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ഒപ്പം മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ PC ജോർജ്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ വളരെയധികം കൊടിയ ദുരിതങ്ങളിലൂടെ, ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള കൊടിയ ദുരിതങ്ങളിലൂടെ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഈ ഹൈക്കോടതിയിൽ നൽകിയ ഒരു സത്യവാങ്മൂലത്തിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൊടിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു ഈ വയോധികർ പോലും സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കേരളം വളരെയധികം രാഷ്ട്രീയ സമരങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത് ജീവിക്കാനുള്ള ഗതികേടിൽ, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി സമരമുഖത്തേക്ക് ഇറങ്ങുന്ന ഈ മറിയക്കുട്ടി പോലെയുള്ള വയോധികർ, കുടുംബശ്രീ വനിതകൾ, കർഷകർ, KSRTC ജീവനക്കാർ, നിലനിൽപ്പിനായിട്ടുള്ള സമരങ്ങളാണ് നാം ഇന്ന് കാണുന്നത്. ഒരു സൈഡിൽ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന സമരങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ, മറു സൈഡിൽ CPM ആകട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ആരാണ് കൂടുതൽ മികവോടുകൂടി ഈ ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തിന് വെള്ളപൂശും അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്നതിന്റെ ഒരു മത്സരത്തിലാണ് ഇവർ. ഈ ഹമാസ് എന്ന ഈ ഭീകര പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരംശമെങ്കിലും ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിയുന്ന കേഴുന്ന കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രതിസന്ധിക്ക് കുറെയൊക്കെ പരിഹാരം ഇവിടെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ലേ ശ്രീ PC ജോർജ്? എനിക്ക് ചിരി വന്ന് ഷെക്കീന പറഞ്ഞതിന് കൂടെ ഒന്നുകൂടെ ചേർക്കുക. വളരെ പ്രധാനപ്പെട്ട ഇന്നിറങ്ങിയ ഒരു ഗവൺമെന്റ് ഓർഡർ, അതായത് തെണ്ടിക്കുളം ക്ലിയർ ആയിട്ട് ഓർഡർ ഇട്ടിരിക്കുക. ജനറൽ സെക്രട്ടറി ഓർഡർ ഇട്ടിരിക്കുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വകുപ്പിൽ നിന്നാണ് ഓർഡർ ഇറങ്ങി. എന്താണെന്നറിയാമോ? പിള്ളേർക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്തത് കൊണ്ട് തരാൻ കാശില്ല. ഇത്രയും കൊടുത്തിരുന്നില്ല, ഹെഡ്മാസ്റ്റർമാരുടെ അധ്യാപകരുടെ കയ്യിൽ നിന്നാണ് പൊക്കോട്ടിരുന്നത്. കാശില്ലാത്തത് കൊണ്ട് നിങ്ങള് ജനങ്ങളോട് പിരിച്ച് ഉച്ചക്കഞ്ഞി കൊടുത്തോളാം, അല്ലെ കാശായിട്ട് വേണം നിർബന്ധമില്ല, പണമായിട്ടോ അല്ലെങ്കിൽ കൈൻഡായിട്ടോ അല്ലെ ചക്കയോ മാങ്ങയോ തേങ്ങയോ ആയിട്ട് പിടിച്ചോളാൻ പറഞ്ഞിരിക്കുക. ഇതിപ്പോ അപമാനം വരാനുണ്ടോ? തെണ്ടി പിള്ളേർ കഞ്ഞി കൊടുത്തോളാം, എന്തൊരു കഷ്ടകാല. ഇതിനൊക്കെ അതീതമായിട്ടൊരു പ്രശ്നമുണ്ട്. നമ്മള് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ DGP ബെഹ്റ സ്ഥാനം ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് അഡീഷണൽ സ്ഥാനം കൊടുത്തു. നമ്മുടെ
എറണാകുളത്ത്. അതും കഴിഞ്ഞ് അത് പിരിയുന്നതിന്റെ തലേ ദിവസം, അല്ല പിരിഞ്ഞു പോവുക, അതിന്റെ തലേദിവസം പുള്ളി ഒരു പ്രസ്താവന നടത്തി. എന്താ അത്? കേരളത്തിൽ 100-ൽ കൂടുതൽ സ്ലീപ്പിംഗ് പോയിന്റ്സ് ഉണ്ടെന്നാ പറയുന്നത്. സ്ലീപ്പിംഗ് പോയിന്റ്സ് സ്ലീപ്പർ സെല്ലുകൾ. മനസ്സിലായോ? എത്ര അപകടകരമാണ്. അതായത് എപ്പ വേണേ ആക്രമിക്കാൻ തയ്യാറായി വലിയ ഒരു വിങ് ഉണ്ട്. അതാരാണെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ അത് സമുദായം തിരിച്ചു പറയാൻ ആഗ്രഹിക്കാത്ത പറഞ്ഞത് ആ സമുദായത്തിൽപ്പെട്ടത് തന്നെയാണ്. വിളിച്ചു വെച്ചൊരു കാര്യമില്ല. പേരെന്ന് നമ്മുടെ കോട്ടയം SP ഒരു റിപ്പോർട്ട് കൊടുത്തു. കോട്ടയം SP കൊടുത്ത റിപ്പോർട്ട് എത്ര ഭീകരമാണ്. ഈരാറ്റുപേട്ട എന്റെ മുനിസിപ്പാലിറ്റി ആണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഭീകരപ്രവർത്തനം നടക്കുന്ന മേഖലയാണെന്നും ഇവിടെ ഏറ്റവും കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് NIA ഓഫീസ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ സ്ഥലമൊന്നും മറ്റ് ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് കൊടുത്തിരിക്കും. ഇവിടെ MLA ഉൾപ്പെടെ പല മാന്യന്മാരും ബഹളം വെച്ചിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒന്നും സാധ്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് ഈ കേരളം എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ ഇപ്പൊ കോഴിക്കോട്ട് പ്രകടനം നടക്കുന്നു. ആദ്യം CPM പിണറായി വിജയന്റെ പ്രകടനം, ആയിരങ്ങളും ലക്ഷങ്ങളും പങ്കെടുത്ത്. ഏതാ? ഇസ്രായേലിനെ ഓടിക്കൂ എന്നും പറഞ്ഞു. അത് കഴിയുമ്പോ കോൺഗ്രസിന്റെ പഠനം, ഈ ഇസ്രായേലിനെ ഓടിക്കൂ. പിന്നെ രമേശ് ചെന്നിത്തല, അങ്ങേർക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്, അങ്ങേര് മിന്നച്ചാടി ഈ ഇസ്രായേലിനെ ഓടിക്കാൻ വേണ്ടി നടക്കുക. ഇവിടെ കേരളത്തിൽ ഇവരെല്ലാം കൂടെ പ്രകടനം നടത്തിയപ്പോഴത്തേന് ഇസ്രായേൽ പ്രധാനമന്ത്രി പേടിച്ച് പുള്ളിയാണ്ട് കട്ടിലിന്റെ കീഴെ ഒളിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ വലിയ പ്രകടനമായിരുന്നു. ഇസ്രായേലിനെ ഓടിക്കുകയാണ് ഹമാസിന് അനുകൂലമായി. ഈ പറയുന്ന ഏഭ്യന്മാരുടെ വളരെ വിനയത്തോടുകൂടി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഹമാസിന്റെ ക്രൂരത കാണുന്നില്ല? ഇസ്രായേല് ബോംബ് വർഷിക്കുമ്പം കുഞ്ഞുങ്ങൾ മരിക്കുന്നു നിങ്ങൾ പറയുന്നു. രാത്രിയിൽ നിശബ്ദമായി കിടന്നുറങ്ങിയ പാവപ്പെട്ട മനുഷ്യരെ കഴിഞ്ഞ് 7-ാം തീയതി 1400-ഓളം ഇസ്രായേലി പൗരന്മാരെ നിഷ്കരണം വെട്ടിക്കൊന്ന് കൊലപാതകം നടത്തിയ കാര്യങ്ങൾ മിണ്ടാതിരിക്കാൻ മര്യാദ എന്താ? അത് കയറി കൊന്ന പിള്ളേരെയല്ലേ ഒന്ന്? എത്ര പിള്ളേരെ കൊന്നു? പിള്ളേരെ കൊന്നത് പോട്ടെ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിനും അപ്പുറത്തായിട്ട് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ വയറ് കീറിയ കൊച്ചിനെ എടുത്തിട്ട് ആ കൊച്ചിന്റെ കഴുത്ത് വെട്ടിക്കളയുന്ന ഭാഗം നമ്മൾ കണ്ടില്ലേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഇസ്രായേൽ വിരുദ്ധ പ്രകടനമായിട്ട് ഹമാസ് വിരുദ്ധ ഹമാസ് അനുകൂല പ്രകടനമായിട്ട് നടക്കുന്ന മാന്യന്മാരോട് ചോദിക്കുക, നിങ്ങളുടെ വീട്ടിലും മക്കളില്ലേ? പലസ്തീൻ ഇഷ്യൂയിൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ആകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാനും. ഇന്ത്യ ഗവൺമെന്റ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. മോദിയാണ് അംഗീകരിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു പലസ്തീൻ സ്വതന്ത്രമാകണം, അതുപോലെ തന്നെ ഇസ്രായേലും ആകണം. അത് പലസ്തീൻ മാത്രം മതി, ഇസ്രായേലുകൾ കൊന്നുകളയും. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ നടക്കുകയില്ല. ഇതിനു മുമ്പ് നിങ്ങൾ 6-7 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചിട്ട് വല്ലതും പറ്റിയോ അവർക്ക്? അത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് സഹോദരൻ. പറയുമ്പോൾ എനിക്ക് ഒരു മടിയില്ല പറയാൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് ഇസ്രായേൽ ജനത്തിനെ ദൈവം തമ്പുരാൻ സംരക്ഷിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ എടുത്ത് വായിച്ചു നോക്കും, അപ്പൊ മനസ്സിലാവും. ഇവിടെ ഈ കുറെ വിജയം ഉണ്ടാവും ഇവർക്ക് വിജയം ഉണ്ടാവും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ഇവന്മാർക്ക്, ഈ 7-ാം നൂറ്റാണ്ടിൽ ജനിച്ചവന്മാർക്ക് ഉണ്ടാവും. പക്ഷെ അവസാനം ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ തന്നെയായി ഇത് എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വർത്താനം വിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ പണി നിർത്തണം. ഈ പ്രകടനം നടത്തി എനിക്ക് നാണം തോന്നി. നാണം വേണ്ടേ? ഇവിടെ എന്നാ ശക്തിയായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത്? ആശുപത്രിയുടെ കീഴെ കൊണ്ടുവന്ന് അവർ ഹമാസിന്റെ മുഴുവൻ ആയുധങ്ങൾ ഒളിച്ചു വെച്ച 100 അടി താഴെയാ കോൺക്രീറ്റ് ചെയ്ത്. എന്നിട്ട് അതിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിച്ച് ഇസ്രായേലിനെ കൊന്നുകൊണ്ടിരിക്കുക. അത് തൊടാൻ പാടില്ല, അത് തുടരുന്നാ പറയുന്നത്. തൊടാതെ പിന്നെ എങ്ങനെ മര്യാദയാക്കും? ഇന്നലെ കൊണ്ട് ആശുപത്രി കംപ്ലീറ്റ് ഇസ്രായേൽ പട്ടാളം കയ്യേറി. അത് നോക്കിയപ്പം ആയുധങ്ങളാ മുഴുവൻ. പോരെ, അതിന്റെ വീഡിയോ വന്നുകൊണ്ടിരിക്കുക. ഒരു മുറിക്കകത്ത് കയറിയപ്പം റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെ ഇല്ലാത്ത ആയുധങ്ങളൊന്നുമില്ല. അത് മുഴുവൻ ഇസ്രായേൽ കസ്റ്റഡിയിൽ എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് പറയാം മാന്യന്മാരാണ്. ഇത് ശരിയല്ല. ഇവിടെ ഇടതുപക്ഷം UDF ഒരേ മാനദണ്ഡത്തിൽ ശക്തിയോടെ നിൽക്കുക. എന്തിനാ? ഇവിടുത്തെ വോട്ട് കിട്ടാൻ. മാന്യതയുള്ള ആരും ഈ ഓളത്തരത്തിന് കൂട്ടു നിൽക്കല. ഈരാറ്റുപേട്ടയാണ്, ഞാൻ ഈരാറ്റുപേട്ടക്കാരനൊന്നുമില്ലേ, മുസ്ലിം കേന്ദ്ര. പക്ഷെ അവിടെ ഈ ഈ ഈ രീതിയിലുള്ളവരും ഇതിനെ എതിർക്കുന്നവരുണ്ട്, എനിക്കറിയാം. എന്നോട് സംസാരിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. നേരത്തെ ആ പാവങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് എനിക്കെതിരായിട്ട് ഭഗവത്ഗീതയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അവിടെ ഒരു നല്ല വിഭാഗം സത്യം കണ്ടെത്തി കഴിഞ്ഞു.
അതുകൊണ്ട് ഇനി അത് നടക്കേല. തടിയന്റെ ഇവിടെ നസീർ 1.5 മാസം ഈരാറ്റുപേട്ടൊരു മുസ്ലിം പള്ളിയിലാണ് താമസം, അറിയാവുന്നത്. ഒന്ന് ആലോചിച്ച്, ഷക്കേരി ഒന്ന് ആലോചിച്ച്, എന്തൊരു ഭീകരമാണ്. ഞാൻ നേരിട്ട് കണ്ടതല്ലാതെ ആരുടെ ഔദാര്യമല്ല ഇത്, ഞാൻ നേരിട്ട് കണ്ടതാ. രാത്രി 12-1 മണി സമയത്ത് ഞാൻ ജീപ്പ് ഓടിച്ച് വരുമ്പോ ഇവിടുത്തെ ഏറ്റവും പ്രമുഖ പള്ളിയുടെ മുറ്റത്ത് 10-15 എണ്ണം നിൽക്കുന്നു. ഞാൻ വണ്ടിയോട്ടി ഇറങ്ങി, ഈ രാത്രിക്ക് എന്താ പള്ളി മുറ്റത്തെന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ തബ്ലീഗ് വന്നതാണ്. ശരി, വേണ്ട, നമുക്ക് ന്യായമില്ല, ഓക്കെ. എന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോരുന്നു. അത് കഴിഞ്ഞ ഒരു 1.5 മാസം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ വീണ്ടും അതുപോലെ ആളുകൾ നിൽക്കുന്നു. ഞാൻ ചാടി ഇറങ്ങി, എന്താ ഇവിടെ 1.5 മാസം തബ്ലീഗ് ഞാൻ കേട്ടിട്ടില്ല, എവിടെയുടെ ഈ തബ്ലീഗ് എന്ന് ഞാൻ ചൂടായി പറഞ്ഞു, ഞങ്ങൾ തബ്ലീഗ് സമ്മേളനത്തിൽ വന്നവർ തന്നെയാണ്. ഞങ്ങള് ഈ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ എല്ലായിടത്തും തബ്ലീഗ് കഴിഞ്ഞ് ഇവിടെയാണ് സ്വസ്ഥമായി കിടക്കാൻ പറ്റിയ മുറിയും പിന്നെ ഭക്ഷണമൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, നാളെ ഞങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ശരിയാ, പറഞ്ഞ പോലെ പോയി. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോൾ തടിയനോട് അറസ്റ്റ് ചെയ്തു, ഭീകരവാദിയെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞ പത്രത്തിലൊക്കെ വന്നു. ചോദിച്ചപ്പം വെടിയും തടയാൻ പഠിച്ചത് ഇവിടെ കുട്ടിക്ക വില്ലേജിലാണ്, പാകമനോട് ചേർന്ന്. അത് തടിയനോ നസീറിനെ പിടിച്ച് നസീറിന്റെ ഫോണിനകത്തുനിന്ന് എന്റെ നമ്പർ കിട്ടി. ശരിയാണ്, ഞാൻ ഓർത്ത് ഇവിടുന്ന് ഞാൻ നമ്പർ കൊടുത്തിട്ടില്ല. ഇവിടെ CBIയുടെയും ക്രൈംബ്രാഞ്ചിന്റെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരുന്നു. അപ്പൊ ഇയാളായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാൻ രാത്രി കണ്ടത് തടിയനോ നസീറിനെയാണ്. പോരെ, അയാളെ നല്ല പരിചയം, ഞാൻ 2 പ്രാവശ്യം കണ്ട് സംസാരിച്ചിട്ട്. നീ കണ്ടപ്പോഴേ മനസ്സിലായില്ല, പക്ഷെ സംസാരിച്ചപ്പോൾ ശബ്ദം കൊണ്ട് ഇയാളെ മനസ്സിലായി. എന്നെ അയാൾക്ക് നല്ല പരിചയം എന്ന് പറഞ്ഞു. കറക്റ്റ് പരിചയമാണ്, ഞാൻ സംസാരിച്ചാണ്. അവിടെ ഒരു മുറി കയറിയിരുന്ന് വർത്തമാനം പറഞ്ഞത്. ആ നിലയിൽ നമ്മുടെ നാടൊക്കെ നശിപ്പിക്കുന്നത് ശരിയാണ്? ഈ ഭീകരവാദമായിട്ട് നടക്കുന്നത് ശരിയാണ്? ഇതിനൊക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന് പകരം യാതൊരു മടിയില്ല ഭീകരവാദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിന്ദാബാദ് വിളിച്ച് നടക്കുക. സദ്ദാം ഹുസൈൻ എന്തോ ഒരു ഭീകരവാദി, എത്ര വൃത്തികെട്ടവനായിരുന്നു സദ്ദാം ഹുസൈൻ. എന്റെ ഈരാറ്റുപേട്ട സദ്ദാം ഗേറ്റ് വരെ ഉണ്ടായി. ഒരു സേനില്ല ഗേറ്റ് അടച്ചു നിർത്തിയിരിക്കുകയാണ്. സദ്ദാമിന് സിന്ദാബാദ് വെക്കാനുള്ള ആരും ഇടകൂടെ പോകാൻ പാടില്ല, അന്നേരം പൊക്കും ഗേറ്റ്. സദ്ദാമിനെ സിന്ദാ വിളിച്ചു കഴിയുമ്പോൾ അങ്ങനെയായിരുന്നു. ഇവിടെ ഞാൻ നടന്നു ചെന്ന് പതുക്കെ, എന്നിട്ട് നീ എന്നെ കാണിക്കുന്നു ചോദിച്ചു. സദ്ദാം ഗേറ്റാണ്, സദ്ദാം ഗേറ്റ് ഞാൻ ഊരിപ്പറിക്ക് വെള്ളമിട്ടു. ഞാനല്ല വേറെ ആരും ചെന്ന് കൊന്നു കളഞ്ഞു, അവർ മനസ്സിലായി. ആ നിലയിലാണ് നമ്മുടെ ആളുകളൊക്കെ, പാവങ്ങളാ. ഈ ചെയ്യില്ലാന്ന് ഞാൻ പറഞ്ഞാണല്ലോ, ഇത്രയും മാന്യനും പാവമായിട്ടും ചെറുപ്പക്കാരനില്ല. ഇപ്പൊ വയസ്സ് 60 കഴിഞ്ഞു. ആളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. സദ്ദാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ സംരക്ഷകനാണ്, മുസ്ലിമിനെ സംരക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. എന്തായാലും സത്യത്തിൽ മുസ്ലിമിന് പാരയായിരുന്നു. ഇന്ത്യയിലെ പോലെ മുസ്ലിങ്ങൾക്ക് സ്വസ്ഥത സമാധാനമുള്ള ഒരു രാജ്യം, മുസ്ലിം രാഷ്ട്രങ്ങളുടെ പേര് പറയാൻ വെല്ലുവിളിക്കാൻ ഞാൻ ആരെയും വിളിച്ചു ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. ആ സൗദി അറേബ്യ ജീവിക്കാൻ പറ്റും. സൗദി അറേബ്യ ഈ ചാട്ടം വല്ലതും നടക്കുമോ? ഇത് ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതുപോലുള്ള പ്രകടനം നടക്കുമോ? ഇന്ത്യ എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തേക്ക്. ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന ഒരു സമുദായമായി മുസ്ലിം മാറാൻ പാടില്ല. അത് മുസ്ലിം സമുദായത്തിന് മൊത്തമായിട്ട് നാണക്കേടാവും, അപകടകരമായ നിലയിലേക്ക് പോകും. സൂക്ഷിക്കണം എന്നാണ് എനിക്ക്. ശ്രീ PC ജോർജ്, ഒരു കാര്യം കൂടി, ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഉള്ളിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ട നൂറുകണക്കിന് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഈ ഇടുക്കി ജില്ലയിൽ ഈ മറിയക്കുട്ടി, ആ വ്യക്തിക്ക്, ആ വയോധികയ്ക്ക്, ആ അമ്മയ്ക്ക് പിച്ചച്ചണ്ടി എന്തേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം. ആ അമ്മയെ കരിവാരി തേക്കുന്ന സൈബർ ആക്രമണങ്ങളൊക്കെ നടന്നു. ദേശാഭിമാനി ആ അമ്മയ്ക്കെതിരെ തെറ്റായ വാർത്ത കൊടുത്തു, പിന്നെ ഖേദം പ്രകടിപ്പിക്കുന്നു, അത്തരത്തിൽ വരുന്നു. പിന്നെ നമ്മുടെ സജി ചെറിയാൻ, ഈ ആലപ്പുഴയിൽ ഈ കർഷക ആത്മഹത്യ നടന്നു. സജി ചെറിയാന്റെ ഒരു വിവാദമായിട്ടുള്ള പ്രസ്താവന, ഇവിടെ കൃഷി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, തമിഴ്നാട്ടിൽ കൃഷിയുണ്ടല്ലോ എന്ന തരത്തിൽ, ഇതൊക്കെ വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു ഭരണ നേതൃത്വം. പക്ഷേ ഹമാസ് ഇസ്രായേൽ, അല്ലെങ്കിൽ ഹമാസിനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നു. ഈ കർഷകന്റെ കണ്ണീര്, ഈ വയോധികരുടെ കണ്ണീര്, സ്ത്രീജനങ്ങളുടെ കണ്ണീര്, കിടപ്പാടമില്ലാത്തവരുടെ കണ്ണീര്, അത് വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ശ്രീ PC? അതായത് 87 വയസ്സ് കഴിഞ്ഞ് ഇടുക്കിക്കാരി അമ്മച്ചിയാണ് പിച്ചച്ചട്ടിയായിട്ട് പ്രതീകാത്മകമായിട്ട് രണ്ടാനിറങ്ങിയത്. കൂട്ടത്തിൽ 80 വയസ്സുകാരി. മനസ്സിലായി? ആ അമ്മച്ചിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കും. കേരളത്തിന്റെ എന്നത്തെ യഥാർത്ഥ ചിത്രം ഒരൊറ്റ ചട്ടിപ്രകടനത്തിലൂടെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച ആ മാന്യായ അമ്മ, നമുക്കെല്ലാം ആദരവ് കൊടുക്കാം എന്ന് എനിക്ക് പറയാനും. അവരാ ഒറ്റ ചെയ്ത്തിലൂടെ ലോകം മുഴുവൻ കേരളത്തിന്റെ ഗതി മനസ്സിലാക്കി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമില്ലേ? ഇടുക്കിയിലോട്ട് കാട്ടുമൃഗങ്ങളും കാട്ടുപന്നിയും മുഴുവൻ നാശം പിരിക്കുന്നു. അതിനിടയ്ക്ക് അരിയില്ല, റേഷൻ ഇല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വില വർദ്ധിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ മാത്രമല്ല, കിട്ടാനില്ലെന്നും, കിട്ടിയാലും വിലയില്ല. വില
ഇത് മേടിക്കാൻ പറ്റില്ല, അതുപോലെ വില കൂടിയിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊന്നും വിലയൊട്ട് ഇല്ലതാണ്. കൃഷിക്കാരൻ കൊടുക്കുന്ന വിലയില്ല. ആ നിലയിലേക്ക് ചെറുകിട കച്ചവടക്കാരും കാർഷിക മേഖലയും തകർന്ന് തരിപ്പണമായി. എന്നിട്ടും പോരാ എന്ന് പറഞ്ഞ് പിണറായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാൻ പിണറായിയെ പറ്റി പറയാതെ, ഞാൻ പിണറായി വിരുദ്ധനായിട്ട് ഇങ്ങനെ ചാപ്പ് കൊത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ പറയാത്തത്. ഒന്ന് ആലോചിച്ച്, അയാള് 1 കോടി രൂപ മിച്ചം ചെലവ് ചെയ്തൊരു ബസ് ഉണ്ടാക്കി അതേ യാത്ര ചെയ്യാൻ അയാൾക്ക് തലയ്ക്ക് വാട്ടട്ടെ. ഒന്ന് ആലോചിച്ച്, അയാൾക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, തെളിവല്ലേ ഇത്? എത്ര അപമാനമാണിത്. 22 മന്ത്രിമാർ 22 പേര് ഒരുമിച്ച് യാത്ര എന്ന്. ഞാൻ ചോദിക്കുന്നത് 21 മറ്റാണ് മന്ത്രിമാരെന്ന് തോന്നുന്നു. ഇവർ വേറെ പണിയൊന്നുമില്ല. ഈ മന്ത്രിമാരിങ്ങനെ യാത്ര, ഞാൻ ഇവരുടെ ഓഫീസിൽ കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന ഫയലില്ലേ നൂറുകണക്കിന് അപേക്ഷകളും പരാതികളും ഇല്ലേ? അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയിട്ടാണോ കാസർഗോഡും തിരുവനന്തപുരത്ത് യാത്ര ചെയ്യുന്നത് ഒരുമിച്ച് ബസ്സേരെ? ഒരു ദിവസം 3 നിയമങ്ങളും കറങ്ങുന്നവന് ഈ പരാതികളോടെ എന്നാ ചെയ്യും? പണ്ട് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി വെച്ച് കണ്ടപ്പോ അതൊരു വിജയമായിരുന്നു. അതിന് അങ്ങനെ പറയാൻ പാടില്ലാത്തതുകൊണ്ടും അതിന് പകരമായി ഒരു കള്ളക്കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കുക. ദയനീയമായിരിക്കുക യാത്ര, ഒരു സംശയം വേണ്ട. ജനം പുച്ഛിക്കും, ജനം പുച്ഛിച്ച് തള്ളും, യാതൊരു സംശയം വേണ്ട. ഇവിടെ ഈ അതിനിടയ്ക്ക് ഹമാസ് പൊക്കി കാണിക്കുക, ഹമാസിനെ പൊക്കി കളിക്കുക. എന്തിനാ ഹമാസിനെ പൊക്കുന്നത്? ഹമാസിനെ പൊക്കാന്നുള്ള ഉദ്ദേശം മുസ്ലിം വോട്ടുകൾ സംഘടിപ്പിക്കുക. അപ്പൊ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? കോൺഗ്രസ് ഹമാസിനെ പൊക്കുക, അവിടെ മുസ്ലിം വോട്ടിന് വേണ്ടിയാ. ഈ 2 വോട്ട് വേണ്ടി കളിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, വരാൻ പോകുന്ന ഇപ്പോഴേ പറഞ്ഞേക്കാം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് തീർന്നു പോകും. കോൺഗ്രസ് പാർലമെന്റിലേക്ക് 19 സീറ്റ് മേടിച്ച കോൺഗ്രസ് ആണ് നടി കിടക്കാൻ പോകുന്നത്. കോൺഗ്രസ് CPM പുറകെ കിടക്കട്ടെ. അല്ല, ഒരു കിടക്ക് അവർ രണ്ടും ഒരു മുന്നണിയല്ലേ? അവരൊരു മുന്നണിയായിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ എന്തിനാ മത്സരിക്കുന്നത്? അവർ തമ്മിൽ സീറ്റ് വീതം വെച്ച് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം. എതിരായിട്ട് ഇവിടെ മത്സരിക്കേണ്ട BJP ആണ്. BJPയും ഇതര കക്ഷികളും NDA ശക്തമായ പോരാട്ടം നടത്തട്ടെ. ആ പോരാട്ടത്തിലൂടെ യാതൊരു സംശയം വേണ്ട, ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറും. ആ മാറ്റം കേരളത്തിന് അനുകൂലമായിരിക്കും. ഇവിടെ സാധാരണക്കാരും പാവപ്പെട്ടവരായ മനുഷ്യന് ജീവിക്കാൻ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും ചെറിയൊരു സമൂഹമാണ്. ആ സമൂഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടണം. ഇനി ഈ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ സഹായം വേണ്ട സാഹചര്യമാണ്. അത് മോദിജി അല്ലാതെ വേറൊരാള് പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ വേണ്ട, രാഹുൽ ഗാന്ധി എന്ന ആ നിറയിറക്കാത്തവനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തായിരുന്നു? ക്രിസ്ത്യാനി ആലോചിക്കണം. ഇനി ഏക രക്ഷ മോദിയും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയും അതോടൊപ്പം BJP മുന്നണിയുമാണ്, BJP നേതൃത്വമാണെന്ന് പച്ചയ്ക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പല ആളുകളുമായിട്ടും പല ബിഷപ്പ്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ ആ വേദനയിലാണ്. ഇവിടുത്തെ കോൺഗ്രസിന്റെയും ശ്രീ PC ജോർജ്, ഇപ്പം BJP ആണ് ഏകരക്ഷ എന്നങ്ങ് പറയുന്നു. അപ്പോൾ BJPയിൽ ചേരാനുള്ള ഏതെങ്കിലും പദ്ധതി അങ്ങയുടെ മനസ്സിലുണ്ടോ? അത് വേറെ കാര്യം. ഞാൻ BJP ചേരുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുണകരം. ഞാൻ ചേരും. ഇപ്പൊ അതിനെപ്പറ്റി ചർച്ചയില്ല. ചർച്ചയാകട്ടെ. അത് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എന്താണോ ഇത് കേരളത്തിന് നല്ലത്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും ഇവിടുത്തെ സാധാരണക്കാരെ ഹൈന്ദവ സമൂഹത്തിനും ഗുണകരമായിട്ടുള്ളത് ഏതാണോ അത് ചെയ്യും. യാതൊരു സംശയം. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ PC ജോർജ്. അഡ്വക്കേറ്റ് നോബിൾ മാത്യു, നാം കേരളത്തിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും നേരത്തെ പറഞ്ഞതുപോലെ മത്സരിച്ച് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ ഐക്യദാർഢ്യ പ്രകടനത്തിനിടയിൽ അരക്ഷിതാവസ്ഥയിലായി പോകുന്ന 2 സമൂഹങ്ങളുണ്ട്. ശ്രീ PC ജോർജ് പറഞ്ഞതുപോലെ ഹൈന്ദവ സമൂഹം, ക്രൈസ്തവ സമൂഹം. അപ്പോൾ ഈ ഹമാസിനെ ആരാണ് കൂടുതൽ കുഴലൂതുക? അതിനുള്ള മത്സരം നടക്കുമ്പോൾ അരക്ഷിതാവസ്ഥയിലായി പോകുന്ന 2 സമൂഹം. ഒപ്പം തന്നെ നാം നേരത്തെ സൂചിപ്പിച്ച ഈ ജനങ്ങളുടെ കണ്ണീര് പ്രതിസന്ധി. ഈ കേന്ദ്ര സർക്കാർ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കുമ്പോൾ അതിന് നേർവിപരീതമായി ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തിന് വെള്ളപൂശുന്ന നിലപാടുകളുമായി കേരളം മുമ്പോട്ട് പോകുന്നു. ഹമാസ് ഭീകര സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട ഭീകര നേതാവ് തന്നെ മലപ്പുറത്ത് ഓൺലൈനായിട്ട് വന്നൊരു സമ്മേളനത്തെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അത് വളരെ ദാരുണമായിട്ടുള്ള സ്ഥിതിവിശേഷം. അത്തരത്തിൽ ഈ ഹമാസ് ഐക്യദാർഢ്യ പ്രകടനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നാം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, BJP ഈ ഹമാസ് വിരുദ്ധ റാലിയുമായി പദ്ധതിയിടുന്നു എന്നൊരു കാര്യം കൃത്യമായി തന്നെ ഒരു വാർത്തകളൊക്കെ വരുന്നു. ആ ഒരു റാലി അത് വൈകിപ്പോയി എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ? കുറെ കൂടി നേരത്തെ തന്നെ ഈ ഇരു മുന്നണികളുടെയും ഈ ഇരട്ടത്താപ്പിനെ അല്ലെങ്കിൽ ഈ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തെ കുറച്ചുകൂടി ഈ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള സമര പരിപാടികൾ ആരംഭിക്കാമായിരുന്നില്ലേ അഡ്വക്കേറ്റ് നോബിൾ മാത്യു? കേരളത്തില് പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില് നഞ്ചിടുക എന്ന് പറയും. ആറ്റിൽ നഞ്ചിടുക എന്ന് പറഞ്ഞാൽ വിഷം കലക്കുകയാണ്. നഞ്ചെന്ന് പറഞ്ഞാൽ വിഷമാ.
നയാ പൈസ ഇല്ല, കയ്യിൽ നഞ്ചു വാങ്ങാൻ കാശില്ല എന്ന് ബഹദൂറിന്റെ ഒരു കഥാപാത്രം പണ്ട് ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അതാണ് കേരളത്തിലെ സ്ഥിതി. ആ സ്ഥിതി നിൽക്കുമ്പോഴാണ് ഇവരെല്ലാം ഹമാസിനെ പിന്തുണയ്ക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട പി സി ജോർജും ഞങ്ങളുടെ ജോസഫ് വാർണവും കല്ലമ്പള്ളിയും ഒക്കെ, ഞാനൊക്കെ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ, ഞാനന്ന് സ്കൂൾ ലീഡറായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ KSC ആ KSC കളിക്കുന്ന സമയത്ത് ഇവര് ഞങ്ങളെ അവിടെ സ്കൂളിന്റെ താഴെ വന്ന് വാർണമൊക്കെ ബെല്ലടിക്കും സൈക്കിളിൽ. ഉടനെ ഞങ്ങൾ സമരമായിട്ട് ചാടും. ചാടുമ്പോൾ ഉടനെ ഞങ്ങളെ വിളിപ്പിച്ചു തന്നിരുന്ന മുദ്രാവാക്യമാണ് ലക്ഷം ലക്ഷം കുഞ്ഞുങ്ങൾ കഞ്ഞിക്കായി കേഴുമ്പോൾ സഞ്ജയ് ഗാന്ധിയുടെ അമ്മയ്ക്ക് സാക്ഷാൽ ഇന്ദിരാഗാന്ധിക്ക് മകന്റെ ഭാവിയിൽ ആശങ്ക എന്നാണ് അന്ന് ഞങ്ങളെയൊക്കെ ആദ്യം വിളിച്ചിപ്പിച്ച മുദ്രാവാക്യം. ഞങ്ങളങ്ങനെ കേട്ടറിയാതെ അതെല്ലാം വിളിച്ചതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ, കർഷകർ, ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പായും ഈ ജീവിതം എന്ന് കവി പാടിയെങ്കിൽ ആ രീതിയിൽ കർഷകർ പോകുമ്പോൾ, പാവങ്ങൾക്ക് രക്ഷയില്ലാതെ നീങ്ങുമ്പോൾ, ഈ കേരളത്തില് അങ്ങനെ ലക്ഷക്കണക്കിനായ ജനങ്ങൾ ദുരിതത്തിലാഴുമ്പോൾ പിണറായി വിജയനും VD സതീശനും അവർക്ക് ഹമാസ് ഭീകരവാദികളുടെ ഭാവിയിലാണ് ആശങ്ക. ഇതെങ്ങനെ ഇത് വരുന്ന എന്തിനാണ്? വർഗീയ പ്രീണന രാഷ്ട്രീയം. കേരളത്തില് ഈ വർഗീയ പ്രീണന രാഷ്ട്രീയത്തില് എപ്പോഴും അതിന്റെ ദോഷം അനുഭവിക്കാൻ പോകുന്ന കോൺഗ്രസ് കണ്ടു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിരിക്കും അതിന്റെ ക്ഷീണം ഉണ്ടാകുന്നത്. അതോടെ ഇന്ത്യ ഇപ്പൊ ഇതൊക്കെ ഞങ്ങളിത് ഹമാസിന്റെ കാര്യം പറയുമ്പോൾ ഉടനെ CPM-മാരും കോൺഗ്രസ്സുകാരും മണിപ്പൂർ ചില ആൾക്കാരുണ്ട് ഇപ്പോഴും കോൺഗ്രസിലെ ഡിഫാക്ടോ ആൾക്കാരായിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം. അവര് മണിപ്പൂർ ഞാന് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരാൾ എന്നെ വെല്ലുവിളിച്ചു, മണിപ്പൂരിൽ എന്റെ കൂടെ വരാമോന്ന്. ഞാൻ മണിപ്പൂരിൽ പോയതാ, 2 ആഴ്ച മുമ്പ് പോയതാ. എനിക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം, അവിടെ ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം. അതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഇവിടെ പരത്തുന്നവരുണ്ട്. ആ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയവരുടെ കാര്യം പുറത്തു വരും. ഈ മണിപ്പൂരിൽ വംശീയ കലാപമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു ഇത് വംശീയ കലാപമല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്നത് എന്താ? വംശീയ ഹത്യയല്ലേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? ഹിറ്റ്ലറുടെ കാലത്ത് യഹൂദന്മാരുടെ വലിയ വംശഹത്യ നടന്നു. അതിൽ കൂടുതൽ വംശഹത്യ ഈ ഇസ്രായേലിൽ നടന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ വംശഹത്യ അർമേനിയയിൽ നടന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ക്രിസ്ത്യൻ വംശഹത്യ തുർക്കിയിൽ നടന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് അതിൽ കൂടുതൽ വലിയ വംശഹത്യ ഈജിപ്തിൽ നടന്നിട്ടുണ്ട്, ശ്രീലങ്കയിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നടന്നപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുക. നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പം കപട മതേതരത്വം ആയിട്ട് നിൽക്കുക. മതേതരത്വം എന്ന വാക്ക് ഭാരതത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർത്തത് അടുത്ത കാലത്താണ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അത് എഴുതി ചേർത്തത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? മതേതരത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതത്തിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയം കാണണം. മതത്തെ പൊളിറ്റിക്സിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് മതേതരത്വം. ഇന്ത്യ അങ്ങനെയാണ്. അങ്ങനെ ഒരു വാക്ക് വരേണ്ട കാര്യമില്ല. ഡെമോക്രാറ്റിക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മതേതര ഇന്ത്യ, അല്ലാതെ ഹൈന്ദവ ഇന്ത്യ അല്ല. അന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചപ്പോൾ അത് പാകിസ്ഥാന് തിയോക്രാറ്റിക് കൺട്രി ആയിട്ട് മാറി, മത രാജ്യമായി മാറി. നമ്മൾ മതേതര രാജ്യമായി മാറുകയാണ് ചെയ്തത്. പിന്നെ അതിനു വേണ്ടി പിന്നീട് ചുമ്മാ എഴുതി ചേർക്കുകയാണ് ഇവിടെ ഓരോ വോട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യം. ഇത് പറഞ്ഞ് പലരും ഇവിടെ ഇപ്പോഴും ശ്രമം നടത്തുകയാണ്. കപട മതേതരവാദികൾ. അവർക്കൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടുത്തെ പലർക്കും ഇപ്പോഴും പറഞ്ഞില്ല. ഇപ്പോഴും ചിലര് ഈ മണിപ്പൂരും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു തവളയെ പിടിച്ചിട്ട് അതിന്റെ ഒരു വെള്ളം ചൂടാക്കുന്ന ഒരു കലത്തിലിട്ടിട്ട് പതുക്കെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുമ്പോ തവള ഓർക്കും നല്ല, ഞാൻ ചെളിവെള്ളത്തിലാണല്ലോ വരുന്നത്, ഇപ്പൊ ശുദ്ധവെള്ളമാണ്, കുഴപ്പമില്ല. ചെറിയ ചൂടൊക്കെ വരുമ്പോ ചെറിയ ചൂടൊക്കെ ഉണ്ട്. അതങ്ങോട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇവന്റെ കാറ്റ് പോകുന്നത്. അതേ സ്ഥിതിയിലാണ് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ. പക്ഷെ അത് മനസ്സിലാക്കാൻ അവർ തയ്യാറാകുന്നില്ല. അത് മനസ്സിലാക്കേണ്ടി വരും. കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഇവർക്ക് അനുകൂലമായിട്ട് കുഴലൊത്ത് നടത്തുക. അതുപോലെ ഇപ്പോഴത്തെ അഴിമതി ഭരണം, ഈ അഴിമതി ഭരണത്തിൽ ഇവർ രണ്ടും പരസ്പരം പുറംചൊറിഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ലേ. ഇന്നലെ MP-മാരെല്ലാം കൂടെ കൂടിയിട്ട് കേന്ദ്ര സർക്കാർ ഒന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രസ്താവന ഇറക്കി. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സുകാർ കൂടിയില്ല. ഇന്നലെ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ്സുകാരും കൂടി. കേന്ദ്രത്തിനെതിരെ പറയുവാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ സാമ്പത്തിക വിദഗ്ധർ തന്നെ പറഞ്ഞു വന്നു 5319 കോടി രൂപ, 5319 കോടി രൂപ കേരളത്തിന് വേണ്ടി കൊടുത്തു കടം മാറ്റാൻ. എന്നിട്ട് ഞങ്ങൾക്കൊന്നും തരുന്നില്ലേ എന്നാണ് പറയുന്നത്. ഈ കടം ആർക്കെങ്കിലും കേരളത്തിന് കൊടുക്കുന്ന കടം വക മാറ്റി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അടുത്ത ദിവസം ആലപ്പുഴയില് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത് നമ്മളെല്ലാവരും കണ്ടു. ആ പ്രസാദ് ചേട്ടന്റെ മരണം
ഇന്ത്യയിലെ ജനങ്ങളെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. ഇവിടുത്തെ കാർഷിക മേഖലയുടെ സ്ഥിതി എന്താ? ഇവിടെ 8 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെല്ലുണ്ടായിരുന്നു മഹാരാജാവിന്റെ കാലത്തും സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും. ഇപ്പൊ അത് 1.25 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് നെല്ലുൽപാദനം. ഈ കേരളത്തിൽ എന്തിനാ കൃഷി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ കേരളത്തിൽ കൃഷി കൊണ്ട് മാത്രം രക്ഷപ്പെടാം. 80% വരുന്ന ജനങ്ങൾ കൃഷിയെയും കൃഷി അധിഷ്ഠിത വ്യവസായത്തെയും ആശ്രയിച്ച് ജീവിച്ചാൽ കേരളം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. പക്ഷെ അങ്ങനെ കേരളത്തെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവര് തിരുവനന്തപുരത്ത് ഒരു വലിയ സംഭവം നടത്തിയത്. എന്നാ ആരെ? മമ്മൂട്ടി, മോഹൻലാല്, ശോഭന. ശോഭനയുടെ നൃത്തമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന്, ശോഭന നല്ല നടിയാണ്, നല്ല നൃത്തമാണ്. ആ നൃത്തമൊക്കെ കഴിയുമ്പോൾ, അല്ലെ മോഹൻലാലിന്റെ ചിരി കാണുമ്പോൾ, കമലഹാസന്റെ ചിരി കാണുമ്പോഴത്തേന് കേരളത്തിലെ ജനങ്ങളെല്ലാം വയറ് നിറയും എന്നുള്ളതാണ്. കമലഹാസന്റെ രാഷ്ട്രീയം വേറെയാണ്. കമലഹാസൻ അവിടെ മത്സരിച്ച് കമലഹാസനെ തോൽപ്പിച്ച ആള് ഞങ്ങളുടെ മഹിളാ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റായിപ്പം. അപ്പൊ ആ രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് വല്ല പ്രയോജനവും കേരളത്തിൽ ഉണ്ടാക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും? ഒന്നും സാധിക്കില്ല. അങ്ങനെ കേരളം നട്ടം തിരിയുമ്പോൾ ആണ് ഇവര് ഹമാസ് ഭീകരവാദികളെ അവരെ അനുകൂലിക്കുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ സ്ഥിതി എന്താ? കേരള ട്രാൻസ്പോർട്ട് ഫൈനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ആ ഡെവലപ്മെന്റ് കോർപ്പറേഷന് ഒരാൾ ഈട് നിന്നു. ആ ഈട് നിന്ന് അയാൾക്ക് കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അയാൾക്ക് കാശ് തിരിച്ചു കൊടുത്തപ്പോൾ കൊടുക്കാത്ത കാരണം എന്നാ? കടമാണ്. 1400 കോടിയിലധികം രൂപ കടമാണ്. എന്തിനാണ്? നമ്മുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ, ഡ്രൈവിംഗ് ലൈസൻസ് ആൾക്കാർക്ക് എത്തണമെങ്കിൽ അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി വേണം കൊടുക്കുന്നത്. അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. ആ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ആ കാശ് അടച്ചിട്ടില്ല. അത് കാരണം ഇപ്പൊ ടെസ്റ്റ് പാസ്സായാലും ഡ്രൈവിംഗ് ലൈസൻസ് വീട്ടിൽ വരാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കേരളമാകെ ഭരിച്ചു മുടിച്ചവർ, അതിന് ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നീ എന്റെ പുറത്ത് ചൊറിഞ്ഞതാ, ഞാൻ നിന്റെ പുറത്ത് ചൊറിഞ്ഞു തരിക. ഇപ്പോൾ കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിൽ, അവരുടെ ഡയറിയുടെ കാര്യത്തിൽ അറിയാമല്ലോ. അതിനകത്ത് ആരുണ്ട്? പിണറായി വിജയനുണ്ട്, OC ഉണ്ട്, RC ഉണ്ട്. ആരൊക്കെയാ ഇത്? VDS ഉണ്ട്. ഇതെല്ലാം ഇപ്പൊ അവരുടെ ഇതിന്റെ അകത്ത് ആ ഡയറിയിലുണ്ട്. അതിന്റെ അകത്ത് യഥാർത്ഥത്തിൽ നേരിട്ട് പിണറായി വിജയൻ മേടിച്ചിരിക്കുന്നു. അതിൽ അട്ടിമറിക്കൂലി ഒന്നും ചെയ്യാതെ പിണറായി വിജയന്റെ മകളും കാശുണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങൾ ആ കാശിനുള്ള ഇൻകം ടാക്സ് കൊടുത്തെന്ന് പറഞ്ഞ, അപ്പം ഇത് നീതീകരിക്കുമോ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ്. കേരളത്തിലെ ജനം സത്യം മനസ്സിലാക്കും. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ജനം ഈ അഴിമതിക്കെതിരെ നിൽക്കും. ഇപ്പൊ അടുത്ത സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ ആണല്ലോ, 5 സംസ്ഥാനങ്ങളിൽ. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ ആദ്യം എഴുതി മുഴുവൻ IND IE ജയിക്കുന്ന. ഞാൻ ചില സ്ഥലങ്ങളിൽ പോയി, അവിടെ പോയപ്പോ എനിക്ക് മനസ്സിലായി ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരട്ടെ, അന്നേരം നമുക്ക് കാണാം. ഈ ഇവര് തമ്മിലുള്ള സഖ്യം തീരാൻ പോവുകയാണ്. ഈ സഖ്യം കൂടിയാലും കോൺഗ്രസിന് ഇതൊരു നഷ്ടമായി മാറാൻ പോവുകയാണ്. ഇതൊക്കെ അതുകൊണ്ട് അതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. കേന്ദ്രവുമായി സഹകരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാകണം. കേരളത്തിലെ വികസനം ഉണ്ടാകണം. ഇവിടെ ശബരി റെയിൽവേ ഉണ്ടാകണം, ശബരി എയർപോർട്ട്. കേരളത്തില് അനുകൂലമായി നിൽക്കുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ തിരിച്ചു വരാം, അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, നമുക്കറിയാം നിരവധി ദാരുണമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മറിയക്കുട്ടി, ഒപ്പം തന്നെ ആത്മഹത്യ ചെയ്ത പ്രസാദ്, ഒപ്പം ഈ KSRTC ജീവനക്കാര്, ഒപ്പം തന്നെ ഈ കുടുംബശ്രീ വനിതകള്, ഇവരൊക്കെ ഒരു പ്രതീകങ്ങളല്ലേ ശരിക്കും പറഞ്ഞാൽ? അതായത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമല്ലേ ഈ, അല്ലെങ്കിൽ നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന ദയനീയ അവസ്ഥ എന്ന ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമല്ലേ ഈ പറയുന്ന മുഖങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പേരുകളൊക്കെ? ഇതിനേക്കാളും ഒക്കെ ആഴത്തിലല്ലേ വളരെ ഗുരുതരമായി പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ കേരളത്തെ ബാധിച്ചിരിക്കുന്നത്? ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട് വിടാൻ വെമ്പി നിൽക്കുന്ന നമ്മുടെ യുവജനങ്ങളെ നമുക്കറിയാം. ഒപ്പം തന്നെ കണ്ണീരോടുകൂടി ഭാവിയോർത്ത് വിലപിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമല്ലേ നമ്മൾ ഓരോ ദിവസവും ഈ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ദയനീയമായിട്ടുള്ള ഈ മുഖങ്ങൾ? ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. നമ്മുടെ ചർച്ചയിൽ 2 ഭാഗമായിരുന്നു. ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ മത തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ജനകീയ വിഷയങ്ങളിൽ ഒളിച്ചോടുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട്. രണ്ടാമത്തത്, ഇപ്പോ ആങ്കർ ചോദിച്ച ചോദ്യം, കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആത്മഹത്യയും ഒറ്റയാൾ പോരാട്ടവും എന്തുകൊണ്ട് അതൊരു മഞ്ഞുമലയുടെ അറ്റമല്ല? കറക്റ്റായിട്ടുള്ള ചോദ്യം, കൃത്യമായിട്ടുള്ള ചോദ്യം.
ഞാൻ തിരിച്ചൊരു ചോദ്യം, അത് PC ജോർജ് സാറ്, ബഹുമാനായ നോബിളും ആങ്കറും മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം ഒന്ന് ചർച്ച ചെയ്യുക. ഗവൺമെന്റ് ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയി അല്ല, വിദേശങ്ങളിൽ തൊഴിൽ ചെയ്തിട്ട് നമ്മുടെ മക്കളോ മാതാപിതാക്കളോ അയക്കുന്ന പണം കിട്ടുന്ന കുടുംബങ്ങളല്ലാതെ. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, വിദേശത്തുനിന്ന് വരുന്ന പണം. രണ്ട്, ഗവൺമെന്റ് എംപ്ലോയി. ഈ രണ്ട് ജനവിഭാഗമല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗം സാമ്പത്തിക സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട്? കൃഷിക്കാരനെ വിട്, ചെറുകിട കച്ചവടക്കാരനെ എടുക്ക്, ചെറുകിട തൊഴിലാളികളെ എടുക്ക്, തൊഴിൽ മേഖല എടുക്ക്, വ്യവസായ മേഖല എടുക്ക്, ഏതെങ്കിലും ഒരു മേഖല ഈ ഗവൺമെന്റ് ശമ്പളം കിട്ടുന്നവനും വിദേശത്ത് വേർക്കുന്ന പണം ഇവിടെ കൊണ്ടുവരുന്ന കുടുംബങ്ങളുമല്ലാതെ ഏതെങ്കിലും ഒരു മേഖല ഇവിടെ സാമ്പത്തിക സുരക്ഷിതത്വം അനുഭവിക്കുന്നു? കർഷകൻ ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ്? മുന്നോട്ട് ഒരു ദിവസം പോലും തള്ളി നീക്കാനാവാത്ത ദുർഗതിയിലേക്ക് പോയി. ധനകാര്യ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ വായ്പകളെ ആശ്രയിക്കും. അങ്ങനെ വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാക്കിയ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ വായ്പ പൂർണ്ണമായും അടച്ചു തീർത്ത കർഷകന്റെ സിവിൽ സ്കോർ നിൽക്കുന്നത് കാരണം അവനെ കരിമ്പട്ടികയിൽപ്പെടുത്തി അവന് വായ്പ എടുക്കാനാവാതെ വരുന്നു. എത്ര വലിയ പ്രതിസന്ധിയാണ്. നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കടം തരേണ്ടവയാണ് ബാങ്കുകൾ. ഈട് കൊടുത്താൽ കടം തരേണ്ടവയാണ് ബാങ്കുകൾ. ആ ബാങ്കുകളിൽ നിന്ന് കടം പോലും കിട്ടാത്ത ദുർഗതി ഉണ്ടായപ്പോ ഒരു നയാ പൈസ മറു ദിവസം തിരിമറിവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കുട്ടനാട്ടിലെ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുമ്പോൾ ഗവൺമെന്റ് അവന് കടക്കാരനാണ്. അവന്റെ നെല്ല് വാങ്ങിച്ച് പുഴുങ്ങി വിൽക്കുകയും തിന്നുകയും ചെയ്തിട്ട് അവന് പണം കൊടുക്കാത്ത ഗവൺമെന്റ് അവന് കടക്കാരനാന്ന് ഓർക്കണം. അവൻ കടക്കാരനായിട്ടല്ല, അവന് പണം കിട്ടേണ്ടവന് അവനാണ് നമ്മുടെ ആത്മഹത്യ. ഇപ്പോ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ നമ്മുടെ മറിയക്കുട്ടി. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അവിടെ പോയതാണ്. കൃത്യമായി ഞാൻ അവരെ കാണുന്നതിന് മുമ്പ് ആ മേഖലയിൽ പോയി പല വ്യക്തികളുമായി എന്റെ വ്യക്തിബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിത സമരമാണ്, ഇവരെ ആരെങ്കിലും ഇളക്കി വിട്ടതാണ്, സർക്കാരിനെതിരെ ഒരു 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 സമരം വൈറലാക്കാനുള്ള നീക്കമാണ്? കൃത്യമായി ഞാൻ അന്വേഷിച്ചു. അല്ല, അവർക്ക് റേഷൻ കടയിൽ നിന്നും ആവശ്യത്തിന് റേഷൻ കിട്ടുന്നില്ല. ഒരു മാസം 4 കിലോ അരിയെ കിട്ടുന്നുള്ളൂ. മറ്റൊരു ആനുകൂല്യങ്ങളും അവർക്കില്ല. ജീവിക്കാൻ ഒരു മാർഗമില്ല. എന്താ പിന്നെ അടുത്ത ഗതി? ഭിക്ഷയെടുത്തു, നഗരത്തിലൂടെ ഭിക്ഷയെടുത്തു. അവരെ അവഹേളിക്കുന്നതിന് പകരം അവരെന്തുകൊണ്ട് സമരം ചെയ്തു എന്നാണോ ചർച്ച ചെയ്തത് ഇവിടെ? ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായി. ഞാൻ വളരെ ഓടിച്ചൊരു കണക്ക് പറയാം. ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസം. ഇന്നലെ പണം അനുവദിച്ചു ജനകീയ ഹോട്ടലിന്. ആരാണ് ഈ ജനകീയ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നത്? സർക്കാരിനെ വിശ്വസിച്ച് ഇവര് സമരങ്ങൾ നടത്താനും സമ്മേളനങ്ങൾ നടത്താനും സാരി ഉടുപ്പിച്ച് തെരുവിലിറക്കുന്ന നമ്മുടെ അമ്മമാരുണ്ടല്ലോ, കുടുംബശ്രീയിലെ അമ്മമാർ, അവരെ ഏറ്റെടുത്ത് സർക്കാരിനെ വിശ്വസിച്ച് ഏറ്റെടുത്ത് നടത്തിയ ജനകീയ ഹോട്ടൽ നടത്തിയതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കടമായിരുന്നു. ഇന്നലെ എന്തായാലും കുറച്ച് പണം അനുവദിച്ചു. റേഷൻ വ്യാപാരികൾ, ഞാൻ അവരുമായിട്ട് കഴിഞ്ഞ ദിവസം പോയി കണ്ടു, അവരുടെ സംഘടനാ പ്രതിനിധികളെ കണ്ടു. ഒരു റേഷൻ വ്യാപാരിക്ക് ഇപ്പോൾ 18,000 രൂപയാണ് ഗവൺമെന്റ് കൊടുക്കുന്ന സാലറി, ലാഭയുക്തമായിട്ട് കൊടുക്കുന്നത്. അവൻ അതിന് വാടക കൊടുക്കണം, തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, അവന്റെ കുടുംബം കഴിയണം. അപ്പൊ വെള്ളക്കാർക്കുള്ള അരി കച്ചവടക്കാർക്ക് അരി കൊടുക്കാതായപ്പോൾ അവന് അവന്റെ ആ അളവിലേക്ക് വിൽക്കാൻ കഴിയുന്നില്ല. അവന് ഈ 18,000 പോലും കിട്ടുന്നില്ല. കഴിഞ്ഞ 2 മാസമായി റേഷൻ കടക്കാർക്ക് സർക്കാർ പൈസ കൊടുത്തിട്ട്. ഉച്ചക്കഞ്ഞി PC സാർ പറഞ്ഞല്ലോ, പ്രഭാത ഭക്ഷണം സംസ്ഥാനത്ത് സ്കൂളിൽ വിതരണം ചെയ്തതിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോലയിലെ പാമ്പാടുംപാറ തമിഴ് സ്കൂളിൽ നടത്തിയപ്പോൾ, ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി വന്ന് നടത്തിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിന്റെ പണം പോലും കൊടുക്കാനാവാത്തവൻ
പ്രഭാത ഭക്ഷണം ഉദ്ഘാടനം ചെയ്ത് പോയിട്ട് വല്ല അർത്ഥമുണ്ടോ? എത്ര അധ്യാപകരാണ്. ഞാനൊരു ഒരു സ്കൂളിലെ ഒരു ടീച്ചറിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ അവിടെ ചെന്നപ്പോ അവിടുത്തെ അധ്യാപകർ പറയാം, എന്റെ പൊന്നു സാറെ തെണ്ടി തെണ്ടി മടുത്തു. സഹ അധ്യാപകരോടൊക്കെ ചോദിക്കും, അവരൊക്കെ ഇപ്പൊ കൈമലർത്തി തുടങ്ങി. PTA മടുത്തു, ആരും പണം തരുന്നില്ല, കുട്ടികൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? ഉച്ചക്കഞ്ഞി കൊടുക്കാനാവാത്ത സാഹചര്യം. നെൽകർഷകർക്ക് പണം കൊടുക്കാത്ത സർക്കാർ മൂന്നാറ്റിലെ ശീതകാല പച്ചക്കറി കർഷകർക്ക് എടുത്ത പണം കൊടുത്തു. പണം കൊടുത്തോ? അപ്പൊ കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് ഇവർ ചർച്ച ചെയ്യുന്നില്ല? ഇനി കരാറുകാരിലേക്ക് പോയാൽ, കരാറുകാരൊന്നും നമ്മൾ വലിയ മുതലാളിമാരായിട്ടൊന്നും കണ്ട, വൻകിട കരാറുകാരുണ്ട്, ചെറിയ കരാറുകൾ ചെയ്യുന്നവരില്ലേ, പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ. 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു ബില്ലും ട്രഷറിയിൽ നിന്നും പാസ്സാക്കുക. സെയിം ടൈം ഇവിടെ നവകേരള സൃഷ്ടിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ PC സാർ പറഞ്ഞ പോലെ ഒരു ബസ്സിന് മാത്രം 1.25 കോടിയൊക്കെ ചെലവാക്കിക്കൊണ്ടിരിക്കുക. കരാറുകാർക്ക് പണം കൊടുക്കാതെ എങ്ങനെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടക്കും? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സമ്പത്തുണ്ടാകേണ്ടുന്ന മുഴുവൻ മേഖലകളും സ്തംഭിച്ചിരിക്കുന്നു. സമ്പത്ത് നമ്മുടെ രാജ്യത്ത് ജോൺമതി പറഞ്ഞല്ലോ, 80% കൃഷി കൊണ്ടും കാർഷികാധിഷ്ഠിത വ്യവസായം കൊണ്ടുമാണെന്ന്. വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷെ ഏതെങ്കിലും ഒരു കൃഷി മേഖല ഇവിടെ വിജയകരമായിട്ട് പോകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കൃഷി മേഖല സംരക്ഷിക്കുവാൻ സർക്കാർ ഇടപെടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാർഷിക വ്യവസായത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഒരു ചെറുകിട സംരംഭങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇന്ന് ചെറുകിട കച്ചവടക്കാർ മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ്. ഓൺലൈൻ മാർക്കറ്റിംഗ് വന്നപ്പോ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആരെങ്കിലും വലിയ നിക്ഷേപവുമായിട്ട് ഇവിടെ വന്നാൽ അവർക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ്, നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കിയേ, എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് ആ വ്യക്തികൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഒരു സ്ഥാപനം നമ്മുടെ സംസ്ഥാനം വിട്ടു പോകേണ്ടി വന്നത്? അവിടെ എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അത് പരിഹരിച്ച് ആ വ്യവസായത്തെ ഇവിടെ പിടിച്ചു നിർത്തി ആ തൊഴിൽ മേഖല ഇവിടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് നിഷ്ക്രിയമായെന്ന് മാത്രമല്ല, ആ സ്ഥാപനത്തെ വേട്ടയാടി പൊന്നും പൂവും കൊടുത്ത് മറ്റൊരു സംസ്ഥാനം കൊണ്ടുപോയില്ലേ? എന്തുകൊണ്ടാണ് ഈ അടുത്ത ദിവസം ഒരു നിക്ഷേപം ഈ സംസ്ഥാനത്ത് നടത്തി എന്നതിന്റെ പേരിൽ ഒരു വ്യക്തി നടു റോഡിൽ ഒറ്റയ്ക്ക് കിടന്ന് സമരം ചെയ്യേണ്ടി വന്നത്? മറ്റൊരു മറിയക്കുട്ടിയല്ലേ അത്? മറിയക്കുട്ടി ഭിക്ഷക്കെട്ടി എടുത്തു, അദ്ദേഹം നടു റോഡിൽ കിടന്നു. കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാനത്ത് നിക്ഷേപിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉൽപ്പന്നം ഉണ്ടാക്കുക, ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ നിർമ്മാണ മേഖലയിലും അത് വിപണനം ചെയ്യുന്ന വിപണന മേഖലയിൽ ശ്രദ്ധിക്കാതെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുന്നു. അതാണ് ഹമാസ്. ജനകീയ പ്രശ്നങ്ങൾ ഉള്ള ഒളിച്ചോട്ടമാണ്. ജനങ്ങളെ അഡ്രസ് ചെയ്യുവാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ ജനപ്രതിനിധികളും ഇവിടുത്തെ ഇടതു വലതു മുന്നണികളും ഭയപ്പെടുന്നു. അതാണ് ഇപ്പോൾ കാണുന്ന സാഹചര്യം. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ ജോൺസൺ, വളരെ കൃത്യമായി തന്നെ കേരളം അഭിമുഖീകരിക്കുന്ന കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു ദയനീയമായിട്ടുള്ള ഒരു പിക്ചർ കൃത്യമായി തന്നെ അത് അവതരിപ്പിച്ചു. ശ്രീ PC ജോർജ്, പ്രത്യേകിച്ച് അങ്ങ് ശ്രവിച്ചു, ജോൺസൺ കൊച്ചു പറഞ്ഞു, സമസ്ത മേഖലകളും ഒട്ടുമിക്ക മേഖലകളും പരാമർശിച്ചുകൊണ്ട് കൃത്യമായി തന്നെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥ തുറന്നു കാട്ടുന്നു, ഭരണകൂടത്തിന്റെ ഒരു പിടിപ്പുകേട്. പക്ഷേ ഇത്രയൊക്കെ പിടിപ്പുകേടുകൾ നടത്തിയാലും, ഇത്രയൊക്കെ ദയനീയ അവസ്ഥയിലൂടെ ജനങ്ങൾ കടന്നുപോയാലും, അത് ഭരണകൂടത്തിന്റെ ഒരു പിടിപ്പുകേട് മൂലം. പക്ഷെ എന്നിട്ടും പലപ്പോഴും കേരളത്തിന്റെ ഒരു ശാപമായി പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം നെറുകേടുകളെ, അല്ലെങ്കിൽ ഇത്തരം പിടിപ്പുകേടുകളെ, അല്ലെങ്കിൽ ഇത്തരം അഴിമതികളെ പോലും ഉളുപ്പില്ലാതെ ഈ രാഷ്ട്രീയ അടിമത്തം തലയ്ക്ക് ബാധിച്ച് ന്യായീകരിക്കുന്ന ചിലർ. അവർക്ക് പോലും ഈ സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ചില ദുരവസ്ഥകൾ അനുഭവിക്കേണ്ടി വന്നെങ്കിൽ പോലും ഈ രാഷ്ട്രീയ അടിമത്തം തലയ്ക്ക് ബാധിച്ച് അതിനെ ന്യായീകരിക്കുന്ന ചില രാഷ്ട്രീയ കൂട്ടങ്ങൾ, അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർ ഒരു തരത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ അംഗമായിക്കോട്ടെ, പക്ഷേ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ തിരുത്താൻ പലപ്പോഴും സാധിക്കുന്നില്ല. അത് ഇപ്പോൾ ഭരിക്കുന്ന ഈ ഒരു പാർട്ടിയുടെ CPM-ന്റെ ഒരു അപജയം തന്നെയല്ലേ? പണ്ട് ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ CPM-ന്റെ ഒരു ഭരണത്തിന്റെ, കേരളത്തിലെ ഭരണത്തിന്റെ ഒരു അന്ത്യത്തിലേക്ക് അത് നയിക്കാനുള്ള വളരെ വലിയൊരു സാധ്യതയില്ലേ ശ്രീ PC ജോർജ്? ഞാൻ ഷക്കൈനയുടെ ചോദ്യം ഉത്തരത്തിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ.
വളരെ മാന്യമായിട്ട് അഡ്വക്കേറ്റ് നോബൽ മാത്യു, പ്രിയങ്കന്റെ ജോൺസൺ കൊച്ചോർ വളരെ വിശദമായി വസ്തുനിഷ്ഠമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിന് എനിക്ക് വളരെ ജോലി ഭാരം കുറവുണ്ട്. എനിക്കൊരു കാര്യം ഇടയ്ക്ക് പറയാണ്ടെന്ന് പറഞ്ഞ് പറ്റുന്നില്ല. ആ ഇടുക്കിയിലെ അമ്മച്ചി ഉണ്ടല്ലോ, ഒരു 87-കാരി, ആ ചട്ടിയെടുത്ത അതെ. അവര് പെൻഷൻ കിട്ടുന്നില്ലെന്നുള്ള അവർ പരാതി. ഒരു വർഷത്തെ പെൻഷൻ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കാര്യം അറിയിക്കാം. ജോൺസൺ അവരുടെ അഡ്രസ് എടുത്ത് തരണം. ഒരു വർഷത്തെ പെൻഷൻ ഞാൻ അവർക്ക് കൊടുത്തേക്കാന്ന്. അവർ ധൈര്യമായിട്ട് പോട്ടെ, അത് കഴിഞ്ഞ് പിന്നെയും കൊടുക്കാന്ന്. അതുപോലെ തീർച്ചയായിട്ടും അത് അറിയിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അറിയിക്കാം. അവരെപ്പോ ഉള്ളവർ സഹായിക്കാൻ നമ്മൾ പറയുന്നത് കേൾക്കുന്ന എല്ലാവരും അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. ഇപ്പൊ 87 വയസ്സുണ്ട് പാവത്തിന്. അതിന് കൂട്ടുകാരിയുണ്ട്, അതിന്റെ കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാം. പിന്നെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഇവിടെ. ഞാൻ ചോദിക്കട്ടെ ഒറ്റ ഉദാഹരണം. ഇവിടെ ന്യായീകരിക്കുന്നു, ഈ നമ്മുടെ ഈ ചാനലിലൊക്കെ വന്ന് CPM-ന്റെ ആളുകൾ ന്യായീകരിക്കുന്നു. ആ ന്യായീകരിക്കുന്നവരുടെ മനസ്ഥിതി എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ചേർത്ത് ഈ അമ്മച്ചി സമരം ചെയ്തപ്പോ അമ്മച്ചിയെ എതിരായിട്ട് പറഞ്ഞെന്താ, അമ്മച്ചിക്ക് 8 വാടക കൊടുത്തിട്ടുണ്ട്, അമ്മച്ചിക്ക് 1.5 ഏക്കർ സ്ഥലമുണ്ട്, അത് മകളൊരെണ്ണം വിദേശത്ത് ജോലിയാണെന്ന് പ്രചരണം കൊടുത്ത ആരാ? ദേശാഭിമാനി. ദേശാഭിമാനി പത്രം മാത്രമല്ല, AK സെന്റർ ഒരു 17 കോപ്പന്മാർ കുത്തിയിരിപ്പുണ്ട്, അറിയാവോ? അമ്മാർ വേറെ പണിയൊന്നുമില്ല. ഞാനവിടെ കയറി കണ്ടിട്ടുണ്ടല്ലോ. അമ്മാരിങ്ങനെ അമേരിക്കയിൽ നിന്നാണ്, ഇംഗ്ലണ്ടിൽ നിന്നാണ്, യൂറോപ്പിൽ നിന്നാണ്, ജപ്പാനിൽ നിന്നൊക്കെ ഓരോരുത്തരും ഓരോ രാജ്യത്തിന് ചാർജ് വെക്കുക എന്നുവെച്ചാണെന്ന് പറഞ്ഞു ഇങ്ങനെ മെസ്സേജ് അയക്കുക സോഷ്യൽ മീഡിയയിൽ, നാട്ടിച്ച് നശിപ്പിക്കുക. എനിക്കിട്ട് ഒത്തിരി ചെയ്തതാ. ഞാനായിട്ടല്ലേ പിടിച്ചിരിക്കുന്നത്, വേറെ ആൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? സാധാരണക്കാർ എന്ത് ചെയ്യും? ആ അമ്മച്ചി എന്ത് ചെയ്താ? അമ്മച്ചി ഒരു വളരെ മിടുക്കിയായതുകൊണ്ട് മുഴുവൻ റെക്കോർഡും എടുത്ത് മുഴുവൻ തെളിവെടുത്തപ്പോ ദേശാഭിമാനി തന്നെ, നാണം കെട്ട പത്രം. ഇമാർക്ക് നാണമുണ്ട് ഈ ദേശാഭിമാനിക്ക്. അതിന്റെ ചീഫ് എഡിറ്റർ ക്ഷമ പറയട്ടെ. ദേശാഭിമാനി നിർവ്യാജം ക്ഷമ ചോദിച്ചിരിക്കുക. അമ്മച്ചി വിട്ടില്ല, കോടതി ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക. അമ്മച്ചിയോട് അതാ പറഞ്ഞു എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരുടെ പെൻഷൻ ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞത്. ഇന്ന് ആലോചിച്ച് എന്തൊരു കാലമാണ്, എന്തിടപാടാ ഇത്? അത്ര വൃത്തികെട്ട പ്രചരണം നടത്തുക. അതുപോലെ ചാനൽ വന്ന് സംസാരിക്കുക, പല മാന്യന്മാർ CPM-നെ ന്യായീകരിക്കും. ഞാൻ ഇത് പേഴ്സണലായിട്ട് അവരോട് സംസാരിക്കും, അവരെല്ലാം പറയാം ഞങ്ങൾക്ക് ഇതല്ലേ പറയാൻ പറ്റൂ, പോരെ, ഞങ്ങൾക്ക് ഇതല്ലേ പറ്റൂ. അങ്ങനെ പറയുന്ന ചാനൽ ചർച്ച വരുന്ന മാന്യന്മാരുടെ ഇടതുപക്ഷക്കാര് ഞാൻ പലരോട് സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത്. വളരെ അപകടകരമായ നിലയിലാണ് പോക്ക്. കേരളം പിച്ചച്ചട്ടി എടുത്തെന്നല്ല, തീർന്നു. ഞാൻ ഒരു സംശയം കൂടെ പറഞ്ഞുതരാം. അടുത്ത മാർച്ച് മാസം കഴിയുമ്പം പെൻഷൻ പറ്റുന്ന എണ്ണ എത്രയെന്ന് ഏകദേശം ഒന്ന് കണക്കെടുത്തു. ആയിരക്കണക്കാ. എണ്ണ എനിക്കറിയാം, പറയുന്നില്ല, ആയിരക്കണക്കാ. അവരുടെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര രൂപ വരും? 90 ലക്ഷം രൂപ വരെ വരും. ഗവൺമെന്റ് ആക്ടിവിറ്റിയുടെ എല്ലാം കൂടെ കൊടുക്കണം, 1 കോടി രൂപ വരെ വരും. എവിടുന്ന് കൊടുക്കും? അത് കൊടുക്കാനുള്ള പിണറായി വിജയൻ വീട്ടിൽ പോയിരുന്ന പോരെ? അങ്ങനെ മുഖ്യമന്ത്രി കസേര കുത്തിയിരിക്കും. ഏപ്രിൽ മാസത്തിനപ്പുറം പോകാൻ കഴിയില്ലല്ലോ. എങ്ങനെ കൊടുക്കും പറ? ആരെ പിടിച്ചു പറിക്കും? ഇപ്പോ വണ്ടി ഓടിക്കുമ്പം അവിടെ ബെൽറ്റ് ഇട്ടില്ല, താടി ഇടത്തോട്ട് തിരിഞ്ഞിരുന്നു, 1000 രൂപ ഫൈൻ, വലത്തോട്ട് നോക്കി 1000 രൂപ ഫൈൻ എന്ന് കുറെ തൊപ്പിയാമാർ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങിയിട്ടുണ്ട് സർക്കാരിനെ കള്ളത്തരത്തിന് രക്ഷിക്കാൻ. അവരൊക്കെ ഈ ഫൈൻ അടപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നാലും ശമ്പളം കൊടുക്കാൻ കിട്ടുന്നില്ലെന്നാ പറഞ്ഞു. പോലീസിലും എക്സൈസിലും അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും വളരെ മാന്യന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ചില എംബോക്കികളുമുണ്ട്, അതാ ഇപ്പൊ പറയുന്നുള്ളൂ. അതൊക്കെ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത നിലയായിട്ട് ഇത് എവിടെ പോകും? ഇത് എവിടെ പോയി നിൽക്കും? ചെറുകിട കച്ചവടക്കാരും കർഷകരും മാത്രമല്ല, തൊഴിലാളി ഗതി എന്താ? ചോട്ടുതൊഴിലാളിക്ക് പണിയുണ്ടോ? ഇപ്പൊ നോക്കുകൂലി മേടിച്ചാൽ ജീവിക്കുന്ന ഈ മറിമായുണ്ട്, കണ്ടാൽ മതി, അതിനകത്തുണ്ട് നോക്കുകൂലി മേടിക്കാൻ ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? ഒരു 200 രൂപയ്ക്ക് മതി എന്ന് പറയുന്നത് നോക്കുകൂലി. അങ്ങനെ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു? വളരെ ഗതികേടിലാണ്, മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നമുക്ക്. പിന്നെ കേട്ടോ, ഷക്കീനയോട് പറഞ്ഞേക്കാം, സമരമായിട്ട് ഇറങ്ങിക്കോളാൻ പറയണ്ട, സമരം ചെയ്യാൻ ആരും കിട്ടുകയില്ല. എന്തിനു തല്ലുകൊള്ളണം എന്നാ ചിന്തിക്കുന്നത്? ഇവിടെ സമരം ചെയ്യേണ്ട പ്രതിപക്ഷമാണ്. ആ സമരം അപ്പറയാ, പ്രതിപക്ഷം അപ്പറയാ കോൺഗ്രസ് ആണ് ഇതിൽ കടയായിരുന്നില്ലെന്ന് എന്റെ ഇപ്പോഴത്തെ വിശ്വാസം. കോൺഗ്രസിന്റെ മുഖം വളരെ മോശമാണ്. ആ സുധാകരൻ വന്നപ്പോൾ നമ്മളെല്ലാം വിശ്വസിച്ചു, ദൈവമേ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, പ്രായക്കൂടുതലും രോഗം കൊണ്ടും അങ്ങേർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായി. അവിടെ എല്ലാവരും തർക്കം അടിയായി. ഇങ്ങനെ നിൽക്കിയല്ലേ.
കോൺഗ്രസ് ആ നിലയിൽ അധപ്പതിച്ചു. ശ്രീ പി സി ഒരു കാര്യം കൂടി, ഈ നമ്മുടെ അങ്ങ് സൂചിപ്പിച്ച ഈ മറിയക്കുട്ടിയെ പോലെയുള്ള അമ്മച്ചിമാർ ഈ ഭാവിയിൽ ഈ പറയുന്നത് പോലെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം അല്ലെങ്കിൽ യഥാർത്ഥ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു റോളിലേക്ക് ഈ അമ്മച്ചിമാരൊക്കെ വരുന്ന ഒരു കാലം വിദൂരമല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അല്ലെ? തീർച്ചയായിട്ടും. ഒരു കാര്യം പറയാം, ഞാൻ പറഞ്ഞ ഒരു കാലാവധി ഏപ്രിലാണ്. പിണറായി വിജയൻ അതിനു മുമ്പ് പിരിയേണ്ടി വരും. അങ്ങേരുടെ ആരോഗ്യ ചികിത്സാ ചെലവ് 75 ലക്ഷം രൂപ. മനസ്സിലാവും. എനിക്ക് ഒരു വിരോധമില്ല, അങ്ങേർക്ക് എന്താ അസുഖം ചികിത്സിക്കണം എന്നുള്ള അഭിപ്രായക്കാരനായ. പക്ഷെ 2 കണ്ണാടി മേടിക്കണം. ഒരു മന്ത്രിയുടെ ഒരു കണ്ണാടി 35,000. അത് 2 മാസം മുമ്പ് മേടിച്ച കണ്ണാടിക്ക് 40,000. അതെന്തിനാ 2 കണ്ണാടി? കണ്ണാടി ഒന്ന് തലയുള്ള കണ്ണിനും മറ്റേത് എവിടെയാ വെക്കുന്നത്? വേറെ ഏതോ സ്ഥാനത്ത് കണ്ണാടി വെക്കുന്നുണ്ടോ അവര്? ഇതൊരു മോശം. ഇതൊക്കെ ജനങ്ങളുടെ പണമാകുമ്പോൾ യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നല്ല കാണിക്കുന്നത്. ഇപ്പൊ യാത്ര തുടങ്ങുക കാസർഗോഡ് നിന്ന്. ആരെ തിന്നാന്? എന്തിനു നടക്കുന്ന ഈ യാത്ര? നിങ്ങളുടെ കൈ, ഞാൻ ഒറ്റയാണ്, നിങ്ങളുടെ കൈ കിട്ടിയിരിക്കുന്ന ആയിരക്കണക്കിന് പരാതികളും നിവേദനവും ഉണ്ട്. അതിന് മറുപടി കൊടുക്കാനോ അതിന് പരിഹാരം ഉണ്ടാക്കാനോ കഴിയാതെ നിങ്ങൾ വീണ്ടും പരാതി മേടിക്കാൻ നടക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ മനുഷ്യരെ കളിയാക്കില്ലേ, വഞ്ചിക്കുകയല്ലേ? ഇത് നിർത്തൂ മിസ്റ്റർ പിണറായി, നിങ്ങൾ നിർത്തൂ. നിങ്ങൾക്ക് കണ്ട കോടാലി വരുന്നു, ദൈവശിക്ഷ വരും. നിങ്ങൾ ദൈവവിശ്വാസം അല്ലാത്ത എനിക്കറിയാം. ഞാനും നിങ്ങളുമായിട്ട് പിണറായിട്ട് തർക്കം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ദൈവവിശ്വാസം പറയും, ഞാൻ ദൈവത്തെ അങ്ങ് ചാടിപ്പില്ല എന്ന് പറയും. ആയിക്കോട്ടെ, ഞാൻ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഒരു ശക്തിയുണ്ട്, ദൈവം ഇല്ലെങ്കിൽ. ആ പ്രകൃതിയുടെ ശക്തിക്ക് മുമ്പ് നിങ്ങൾ ചാമ്പലായി പോകും. നോക്കിയോ പിണറായി, അത് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് നോബിൾ മാത്യു, നേരത്തെ ശ്രീ പി സി ജോർജ് സൂചിപ്പിച്ചു, പ്രത്യേകിച്ച് ഈ ഭരണകൂടത്തിന്റെ ഒരു കെടുകാര്യസ്ഥത, കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷ ധർമ്മം ഈ പ്രതിപക്ഷത്തിന്റെ റോളിൽ ഇരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് നിർവഹിക്കുന്നില്ല. ഇതുപോലത്തെ മറിയക്കുട്ടിമാർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ നിലവിലെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ പരിശോധിക്കുമ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പോൾ ഈ നിയമസഭയിൽ അംഗത്വം ഇല്ലെങ്കിൽ പോലും ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ വളരെ വലിയൊരു റോള് വഹിക്കാനുണ്ട്. പക്ഷേ പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു ആശങ്ക, ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു കണ്ണീര് ഇവിടെ വീഴുന്നു. മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അത് പലപ്പോഴും ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഹമാസ് പോലുള്ള ഭീകര സംഘടനയെ അനുകൂലിക്കാനുള്ള വെമ്പലിൽ അവർ പോകുന്നു. അപ്പോൾ ഈ BJP കുറെ കൂടി ക്രിയാത്മകമായി ഇത്തരത്തിലുള്ള ഈ ഭരണകൂടത്തിന്റെ നെറുകേടിനെതിരെ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയ്ക്കെതിരെ BJP ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നൊരു ആശങ്ക പലരും പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ പല അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പലരും ആശങ്കകളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ BJP-യുടെ ഒരു റോള് ഈ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നൊരു ആശങ്ക, അതിനുള്ള ഒരു മറുപടി അഡ്വക്കേറ്റ് നോബിൾ മാത്യു. എന്നോട് വളരെ കൃത്യമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായും കേരളത്തില് പ്രതിപക്ഷം ശക്തമല്ല. കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നാണ്. പ്രതിപക്ഷമാണേലും ഭരണപക്ഷമാണേലും ഒക്കെ നമുക്കൊരു നിലപാടുണ്ട്. ഇപ്പൊ CPM-കാർ പറയാം ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചാണ് അവരുടെ കാഴ്ചപ്പാട്. ഈ നിലപാട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കാഴ്ചപ്പാട് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു താഴെ കുളത്തിലിറങ്ങി നിന്നാൽ നമ്മുടെ നിലപാട് താഴെയായിരിക്കും. അതായത് സമതലത്ത് നിന്നാൽ നമ്മുടെ നിലപാട് നേരെയായിരിക്കും. അതേസമയം നമ്മൾ കുറെ കൂടെ ഉയരത്തിൽ നിന്നാലേ നമ്മുടെ നിലപാട് വ്യക്തമാകുള്ളൂ. ആ നിലപാടുള്ളിടത്ത് ഇപ്പൊ കുളത്തിലിറങ്ങി നിന്നാൽ കുളം മാത്രമേ നമ്മുടെ കാഴ്ചപ്പാടുള്ളൂ, അല്ലെ ഒരു ചെറിയ ഭാവം മാത്രമേ നമ്മുടെ കാഴ്ചപ്പാടായിട്ട് വരുള്ളൂ. അതേസമയം നമ്മളൊരു മലമുകളിൽ നിന്ന് ഉയരത്തിൽ നിന്നാൽ നമ്മുടെ കാഴ്ചപ്പാടും കൂടും. അപ്പൊ നിലപാട് ഉയർന്നതാകുന്നതോടെ കാഴ്ചപ്പാടും ഉയർന്നതാകും. കേരളത്തിലെ പ്രശ്നം, ഇവിടെ കോൺഗ്രസിനും CPM-നും വളരെ ഒരു പൊട്ടക്കുളത്തിലെ നിലപാടേ ഇവർക്കുള്ളൂ. അതനുസരിച്ചുള്ള ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. ഇവർക്ക് എങ്ങനെയും ഭരണത്തിൽ വരണം, ഭരണത്തിൽ വന്നിട്ട് അഴിമതി കാണിക്കണം. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു പ്രാവശ്യം പിണറായി വിജയൻ കഴിഞ്ഞ കിറ്റിന്റെ പേരിലൊക്കെ പറഞ്ഞ് ഇച്ചിരി രാഷ്ട്രീയവും ഇച്ചിരി വർഗീയതയൊക്കെ കാണിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ പ്രാവശ്യവും അധികാരത്തിൽ വന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ ശരിയാവുമ്പോഴും കേരളത്തെയാണ് ഇവർ മറക്കുന്നത്. ഇവർ മറക്കുന്നതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പല മാധ്യമങ്ങളും ഞങ്ങളെ തമസ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്തില്ല. ഇപ്പൊ കോൺഗ്രസ് ഒരു ചെറിയ സമരം ചെയ്താൽ ഈ അവിടുത്തെ മാധ്യമങ്ങൾ എന്ത് വലിയ ഇതായിരിക്കും ചെയ്തത്. ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഏതോ ഒരു ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ക്രിക്കറ്റ് കളി ഇപ്പൊ ഇന്നലെ ഇന്ത്യ ജയിച്ചു. ആ ക്രിക്കറ്റ് കളി നടന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഗുജറാത്തിൽ നടന്ന ക്രിക്കറ്റ് കളി, അത് ആ നടന്ന സ്ഥലത്തെ MP ആയിരുന്നു ബഹുമാനപ്പെട്ട അമിത്ഷാ.
അദ്ദേഹത്തിന്റെ മകനാണ് ജയ്ഷ. അദ്ദേഹം അവിടെ വന്നു, ആ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടു. ജനങ്ങളെല്ലാം അദ്ദേഹത്തോട് സ്നേഹമോത്തോടെ പെരുമാറി. പക്ഷേ പിറ്റേ ദിവസം അമിത്ഷാ അവിടെ പോയാലും ഒന്നുമില്ല. ആ സ്ഥലത്ത് രാഹുൽ ഗാന്ധി ആയിരുന്നു പോയിരുന്നെങ്കിൽ അന്ന് നമ്മുടെ വിരാട് കോഹ്ലിയുടെ പടത്തിനും മുഹമ്മദ് ഷമയുടെ പടത്തിനും ഒക്കെ അപ്പുറം ഒരു 12 പടങ്ങൾ ചില പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ഇതാണ് ഞങ്ങളൊരു സമരം നടത്തിയാൽ ചില പത്രങ്ങൾ അത് തമസ്കരിക്കുന്നു. ഇതൊക്കെ വിട്ടിട്ടും ഞങ്ങൾ ഇപ്പോൾ നല്ല സമരപരിപാടികളായിട്ട് നടക്കുന്നു. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പൽ ഏരിയകളിൽ ജനപഞ്ചായത്തായിട്ട് ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക. ആ ജനപഞ്ചായത്തില് എല്ലാ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ ഓരോ സ്ഥലത്ത് പറഞ്ഞ് അവര് നോട്ടീസ് അടിച്ച്, ഫ്ലക്സ് അടിച്ച്, പോസ്റ്റർ അടിച്ച് ആ പഞ്ചായത്ത് അവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നരേന്ദ്രമോദി സർക്കാരിന്റെ 9.5 വർഷത്തെ ഭരണ നേട്ടങ്ങളും പിണറായി സർക്കാരിന്റെ ഈ സർക്കാർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങളും അതോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഈ ഒത്തുകളിയുമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം കൂടി ശ്രീ നോബിൾ മാത്യു, ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ചോദിച്ചോ. അതായത് ഒരു കാര്യം കൂടി അതിന്റെ ഒരു വിശദാംശങ്ങളൊന്നും അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് BJP-യുടെ ഈ ഹമാസ് വിരുദ്ധ റാലി BJP നടത്താൻ പോകുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും പിന്തുണകളും ഒക്കെ വന്നിരുന്നു. പക്ഷേ അതിന്റെ എന്നായിരിക്കും അത് ഉടനടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണെങ്കിൽ ഒന്ന് പങ്കുവെക്കാം. ഈ ജനപഞ്ചായത്തുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാസത്തില് ഈ ജനപഞ്ചായത്തുകളോടൊപ്പം വളരെ ശക്തിയായിട്ട് ഞങ്ങള് ഹമാസ് വിരുദ്ധ റാലി ഇവിടെ സംഘടിപ്പിക്കും. ഹമാസ് വിരുദ്ധ റാലിയിൽ ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഹമാസിന് അനുകൂലമായിട്ട് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ CPM-ഉം നിൽക്കുന്നത്? അവർക്ക് നിലപാടില്ല. അതേസമയം BJP-ക്ക് വ്യക്തമായ നിലപാടുണ്ട്, അത്യുന്നതമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ പുറത്താവും. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട PC ജോർജും എല്ലാവരും ഇവിടെ വളരെ കാര്യമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ ഇപ്പോഴും കേരളത്തില് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമല്ലേ ഉള്ളത്. ഇവിടെ ജനങ്ങള് ഒരു രക്ഷയുമില്ലാതെ ഇതുപോലെ കേരളം പണ്ടൊക്കെ പറയായിരുന്നു ഇതുപോലൊരു നാറിയ ഭരണം എന്നൊക്കെ പറയുമായിരുന്നു. ഇതുപോലെ കേരളം മുടിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കർഷകർക്കെതിരെ ഇതുപോലെ എതിരെ നടപടികൾ എടുക്കുന്ന സമയം. സാധാരണ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടു കൊടുത്താൽ കാശ് കിട്ടും. ഇന്ന് ഞങ്ങള് BJP-യുടെ നേതൃത്വത്തിൽ ഇവിടെ എറണാകുളത്ത് സപ്ലൈകോയുടെ മുമ്പിൽ സമരം നടത്തിയേച്ചാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ ഇപ്പൊ എന്താ, സപ്ലൈകോ എടുത്തു കഴിഞ്ഞിട്ട് നെല്ലിന് എടുത്തു കഴിയുമ്പോൾ ബാങ്കുകാർ വായ്പ കൊടുക്കും. നെല്ല് സപ്ലൈകോ ആർക്കെങ്കിലും വിറ്റെങ്കിൽ അതിന്റെ കാശ് ഇവർക്ക് കൊടുക്കണ്ടേ? ബാങ്കിലേക്ക് അടക്കില്ല. അങ്ങനെ ബാങ്കുകാരുടെ കടക്കണിയിലാകുന്നു കർഷകർ. ഇവിടെ കർഷകരെ കടക്കണിയിലാക്കുന്നു. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സമീപനവുമായിട്ടാണ് ഇവർ ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഇവര് പറയാ വളരെ പെട്ടെന്ന് പറയാം. ഇപ്പം ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് ഭാരതത്തിന് പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. ആ വിദ്യാഭ്യാസ നയത്തെ ഇവിടെ നടപ്പിലാക്കില്ല എന്നാ പറയുന്നത്. നടപ്പിലാക്കാതിരിക്കാൻ ഒക്കുവോ? നടപ്പിലാക്കേണ്ടത് തന്നെ വരും. ഇവിടെ കർഷക ക്ഷേമ നിയമം പാസാക്കി. ആ പാസാക്കിയപ്പോൾ ഇവര് കേരള നിയമസഭ കൂടി അതിനെതിരെ പ്രമേയം പാസാക്കി. ഞാനൊന്ന് പറയാം, ആ കർഷക ക്ഷേമ നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ പ്രസാദ് ചേട്ടൻ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇവിടെ സപ്ലൈകോ വഴി ഇതെടുത്തിട്ട് കാശ് കൊടുക്കാതിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അങ്ങനെ അതിനെതിരെ സമരം നടത്തിയ ആരാണ്? അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആരാണ്? ഞങ്ങളിപ്പോ അത് മാറ്റി. ഇപ്പൊ ആ കർഷക ക്ഷേമ നിയമം അധികം താമസിക്കാതെ വരും. ഇവിടെ യൂണിഫോം സിവിൽ കോഡ് വരും. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്ന പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഇവർക്കെതിരെ ശക്തമായ സമരം ഉണ്ടാകും. പിന്നെ സമരം ഉണ്ടാകുമ്പോൾ ഇപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ബംഗാളിൽ CPM തകർന്നല്ലോ. ഇപ്പൊ ചാനലിൽ വന്ന് CPM-നെ അനുകൂലിക്കുന്നവരുടെ ഒക്കെ കാര്യം ബഹുമാനപ്പെട്ട ഇവിടുത്തെ ചർച്ചയിൽ പങ്കെടുത്തവർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അവർക്കൊക്കെ അറിയാം. ഇപ്പൊ CPM ഒരു കാലത്ത് കേരളത്തിലെ ഭൂരിപക്ഷ വർഗീയ പാർട്ടിയായിരുന്നു. ഭൂരിപക്ഷ വർഗ വോട്ടായിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത്. 84 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സ്കറിയ തോമസ് പരാജയപ്പെട്ട എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഭൂരിപക്ഷം അവരോടൊപ്പം നിന്നിരുന്ന ഭൂരിപക്ഷ ഈഴവ സമൂഹത്തിലെ ആൾക്കാരാണ് ഇപ്പൊ അവർ മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഈ മുസ്ലിം പ്രീണനം കാരണം? ആ മാറ്റം പെട്ടെന്ന് വരും. ഇതൊരു ചായയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന പോലെ പതുക്കെ ആയിരിക്കില്ല രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നത്. രാഷ്ട്രീയ മാറ്റം ഒരു സുനാമിയായിട്ട് വരും. ആ സുനാമിയായിട്ട് വരുമ്പോൾ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തേക്ക് നേരെ വരും. പ്രതിപക്ഷമല്ല, ഭരണപക്ഷത്തിലേക്ക് വരും. നേരിട്ട് ഭരണപക്ഷത്തിലേക്ക് വരാം. ഈ കാര്യത്തിൽ ചില കാഴ്ചപ്പാടുകളുണ്ട്. എന്താന്ന് പറഞ്ഞാല്
ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയും ആചാരങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഞങ്ങൾ നിന്നു. തൂണെ ചാരി നിന്നോ പെണ്ണ് കൊണ്ടുപോയി. ഇനി അത് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ നോക്കും. ഇവർ രണ്ടും കൂടെ ഞങ്ങൾക്ക് അത് കൊണ്ടാകാതിരിക്കാൻ ഞങ്ങൾ നോക്കും. അങ്ങനെ നോക്കി കഴിയുമ്പോൾ കേരളത്തിലെ വലിയ മാറ്റം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരളം സമ്പൽ സമൃദ്ധമാകും. എല്ലാ സംസ്ഥാനങ്ങളുടെയും ഞാൻ സമയപരിമിതി പോലെ ഇടപെടുകയാണ്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, നമുക്ക് ഈ ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ്, സമയപരിമിതി ഉണ്ട്. നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് കൂടി, പ്രത്യേകിച്ച് നമുക്കറിയാം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന്റെ മുന്നിലുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കറിയാം കേരളത്തിന്റെ വരുമാനം എന്ന് പറയുന്ന 1,36,000 ലക്ഷം കോടി രൂപയാണ്. അതിൽ തന്നെ ഈ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, ഒപ്പം വായ്പ തിരിച്ചടവ്, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ 1,31,000 ലക്ഷം കോടി രൂപ ആണ് അത്തരത്തിലുള്ള ഒരു ചെലവ് വരുന്നത്. പിന്നീട് 16,000 കോടി രൂപയോളം ഈ പറയുന്ന PWD കരാറുകാർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ കർഷകരുടെയും ഒപ്പം തന്നെ ഈ പറയുന്ന നമ്മൾ ഡിസ്കസ് ചെയ്ത പാവങ്ങളുടെയും ഒരു കണ്ണീര് സർക്കാർ എങ്ങനെയാണ് ഒപ്പുന്നത്? സർക്കാരിന് മുമ്പിലുള്ള വരുമാന മാർഗം ഈ ലോട്ടറിയും മദ്യവുമാണ്. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? വളരെ പെട്ടെന്ന് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. അല്ല, നമുക്കത് വളരെ പെട്ടെന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. 100 രൂപ വരുമാനമുള്ള ആള് 120 രൂപ ചെലവ് ചെയ്ത് എത്ര നാൾ പിടിച്ചിരിക്കും? സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഒരു ഗവൺമെന്റ് മാത്രമല്ല, ഇതിനു മുമ്പ് വലിച്ചു വരും. ഏതെങ്കിലും മേഖലകളിൽ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം, അത് നികുതി എന്ന് പറയുന്നത് ഈ ഭൂനികുതി വർദ്ധിപ്പിച്ചോ തൊഴിൽ നികുതി വർദ്ധിപ്പിച്ചോ എന്നല്ല, പുതിയ മേഖലകളിൽ നിന്നും എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന് പണം കണ്ടെത്താം, അതാണല്ലോ ഉണ്ടാവേണ്ടത്. വരുമാന സ്രോതസ്സാണല്ലോ ഉണ്ടാവേണ്ടത്. കേരളം പോലെ ഇത്ര മനോഹരമായ ഭൂപ്രകൃതി ദൈവം കനിഞ്ഞു നൽകിയ ഒരു സംസ്ഥാനത്ത് കൃഷിക്കൊപ്പം, നോബിൾ പറഞ്ഞതുപോലെ 80% കൃഷി, ആ കൃഷിക്കൊപ്പം ടൂറിസവും കൂടി ചേർത്ത് വെച്ചാൽ കേരളത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അത്രമാത്രം അനന്ത സാധ്യത ടൂറിസത്തിനുണ്ട്. പക്ഷെ ആ ടൂറിസത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകുന്നു. എവിടെയെങ്കിലും ചെറുകിട ടൂറിസം പ്രോജക്റ്റുകൾ വന്നാൽ അത് മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാനുള്ള നീക്കമല്ല നടത്തുന്നത്. കുട്ടനാട്ടിലെ ഭൂപ്രകൃതിയും കുട്ടനാട്ടിലെ ജലാശയവും അവിടുത്തെ ബോട്ടിങ്ങും അതൊരു രീതിയാണെങ്കിൽ, ഹൈറേഞ്ചിലേക്ക് വന്നാൽ മറ്റു വ്യത്യസ്തമായ രീതികളാണ്, അതിർത്തി മേഖല വ്യത്യസ്തമായ രീതികളാണ്. അപ്പൊ ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഈ കൃഷിഭൂമിയിൽ തന്നെ കൃഷിയും ഒപ്പം ടൂറിസവും കൊണ്ടുപോകാൻ വലിയ ഒരളവിൽ നമുക്ക് റവന്യൂ വരുമാനം. അതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. ഈ ഹമാസ് പ്രേമമൊക്കെ കാരണം ഈ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ടൂറിസ്റ്റുകൾക്ക് കേരളം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേടി സ്വപ്നം അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു കൗതുകരമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ അത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. ഞാൻ ആദ്യം ആ ചർച്ചയിൽ ആ പോയിന്റ് വന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഹമാസ് പ്രേമം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു സ്ഥിരം ചട്ടമ്പി ഉണ്ടെങ്കിൽ നമ്മൾ അവനെ എങ്ങനെ വിളിക്കും? ചട്ടമ്പി തന്നെ, അല്ലെ ഗുണ്ടയെന്നല്ലേ, അല്ലെ തെമ്മാടിയെന്നല്ലേ, അല്ലെ പോക്രിയെന്നല്ലേ? ഇനിയോ സത്യമായ ഭാഷ പറഞ്ഞാൽ കൊള്ളുകേറാത്തവരാണെങ്കിൽ പറയുന്നു, അല്ലെ? അത് നല്ലവനാന്നായിരുന്നു പറയുന്നു. എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് അതിക്രമിച്ച് കയറി ക്രൂരകൃത്യം ചെയ്യുന്ന, വളരെ പൈശാചികമായി മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഭീകരർ എന്ന് പറയാൻ ചിലർ മടിക്കുന്നത്? അവരെ പ്രീതിപ്പെടുത്താനല്ല, അവരെ പിന്തുണയ്ക്കുന്ന ചില വോട്ട് ബാങ്കുകൾ ഇവിടെ ഉണ്ട്. ആ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പോ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കലോ ഇവിടെ ജനങ്ങളുടെ സുസ്ഥിരതയോ സമാധാനമോ അല്ല ഇവരുടെ ലക്ഷ്യം. എങ്ങനെയും അധികാരത്തിലേറുക, അതിന് ഇടതും വലതും തുല്യമാണ്. ഞാൻ ഒരു കാര്യം പറയും. ഈ കഴിഞ്ഞ ദിവസം ആർപിയുടെ നേതാവ് നമ്മുടെ ബേബി ജോൺ ഒരു കാര്യം പറയും. സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്സ് അല്ല പ്രതിപക്ഷം ചെയ്യേണ്ടത്, ക്രിയാത്മക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. അർത്ഥം മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റ് ചുമ്മാ പത്രവാർത്ത പ്രസ്താവന കൊടുക്കുന്ന ഒരു പ്രതിപക്ഷമല്ല വേണ്ടത്, ക്രിയാത്മകമായ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കണം. പറഞ്ഞതാരാ? ആ പാർട്ടി. അപ്പോൾ പ്രതിപക്ഷം ധർമ്മം നിർവഹിക്കുന്നില്ല. ഭരണകക്ഷിയോ നേരെ തിരിച്ച് ജനകീയ വിഷയങ്ങൾ ഒളിച്ചോടുന്നു. ഇവർ രണ്ടും ചെയ്യുന്നത് എന്താണ്? ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നത് വഴി ചില വോട്ട് ബാങ്കുകളെ അവരുടെ പരിധിയിൽ നിർത്താനും വീണ്ടും അധികാരത്തിൽ വരാനും മാത്രം ശ്രമിക്കുന്നു. വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ പ്രശ്നം അവര് ഏൽക്കുന്നില്ല. അത് വളരെ പരിതാപകരമാണ്. ഞാനൊരു കാര്യം പറയാം.
BJP-യെ കൂടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ. BJP-യോടും എനിക്ക് വിമർശനമുണ്ട്. BJP-യോടും വിമർശനമുണ്ട്. കേരളത്തിലെ BJP ഇപ്പൊ രാജ്യത്തിന്റെ സുസ്ഥിരമായ ഒരു നിലനിൽപ്പ്, വികസനം, ഇക്കാര്യങ്ങളിൽ മോഡിയെ ഞാൻ പിന്തുണയ്ക്കുന്നു, പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്നു. പക്ഷെ ആ ക്രെഡിറ്റ് പറയുന്നതല്ലാതെ കേരളത്തില് ഈ ജാതി ക്രോഡീകരണം വരുമ്പോൾ അതിൽ നിന്ന് നേട്ടം കൊയ്യാമെന്ന് വ്യാമോഹിക്കുന്നതല്ലാതെ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഐക്യത്തോടെ ഇടപെടുന്നതിൽ BJP-യും പരാജയത്തിലാണ്. ഇപ്പൊ നോബിൾ പറഞ്ഞ കുറെ സമരമൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ആ സമരമൊന്നും പോരാ. BJP-യെ പോലെ അടിത്തറയുള്ള രാഷ്ട്രീയ കക്ഷി കുറെ കൂടി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടണം. അല്ലാതെ ജാതികൾ തിരിഞ്ഞു വരുമ്പോൾ ഞങ്ങൾ കൂട്ട് കിട്ടും എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. അതുപോലെ ജനങ്ങളിൽ ആശങ്ക ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അത് പരിഹരിച്ച് BJP പോകേണ്ടത്. ഓക്കെ സമയം അവസാനിക്കാം. തീർച്ചയായിട്ടും ജനങ്ങളുടെ വികസനത്തിനായി, ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും ഏക മനസ്സോടെ മതത്തിന് അതീതമായി കൈകോർത്തെങ്കിൽ മാത്രമേ കേരളത്തിന്റെ ഭാവി ശോഭനമാവുകയുള്ളൂ. ഒപ്പം തന്നെ ഈ തീവ്രവാദികൾ എന്ന് വിളിക്കുവാൻ, ഭീകരർ എന്ന് തന്നെ വിളിക്കുവാനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ PC ജോർജ്, അഡ്വക്കേറ്റ് ശ്രീ നോബിൾ മാത്യു, ഒപ്പം ജോൺസൺ കൊച്ചുപറമ്പൻ, 3 പേർക്കും നന്ദി.